السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين وعلى من اتبعهم بإحسان إلى يوم الدين، أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ويوم تشقق السماء بالغمام ونزل الملائكة تنزيلا. الملك يومئذ الحق للرحمن وكان يوما على الكافرين عسيرا. ويوم يعض الظالم على يديه يقول يا ليتني اتخذت مع الرسول سبيلا. يا ليتني اتخذت مع الرسول سبيلا. يا ويلتى ليتني لم أتخذ فلانا خليلا. لقد أضلني عن الذكر بعد إذ جاءني وكان الشيطان للإنسان خذولا. وقال الرسول يا رب إن قوم اتخذوا هذا القرآن مهجورا. അപ്പോൾ അള്ളാഹുവിനെ കണ്ടുമുട്ടും എന്ന് വിചാരമില്ലാത്ത ആളുകളെപ്പറ്റിയാണ് ഈ കഴിഞ്ഞ കുറച്ച് ആയത്തുകൾ പറഞ്ഞു വന്നിരുന്നത്. പടച്ചവനെ കണ്ടുമുട്ടണം എന്ന ഒരു ബോധം ഉണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ചാണല്ലോ നമ്മളെ ജീവിതവും സംസാരങ്ങളൊക്കെ ഉണ്ടാവുക. ആ ബോധം ചിലപ്പോൾ പല കാരണവശാലും നഷ്ടപ്പെട്ടു പോകും. അള്ളാഹുവിനെ കണ്ടുമുട്ടണം എന്ന വിശ്വാസം നമ്മൾ മുസ്ലിമാകുമ്പോൾ തന്നെ യൗമുൽ ആഖിറത്തുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കാറുണ്ട്. പക്ഷെ ആ വിശ്വാസം സ്ഥിരമായി നിൽക്കാതെ നഷ്ടപ്പെട്ടു പോകുന്ന പല സന്ദർഭങ്ങളും നമുക്കുണ്ട്. അതിനെപ്പറ്റിയാണ് കഴിഞ്ഞ ആയത്ത് വഖാലല്ലദീന ലാ യർജൂന ലിഖാഅന ലൗലാ ഉൻസില അലൈനൽ മലായിക, എന്താ മലക്കുകൾ വരാത്തത് എന്ന് പറഞ്ഞത് ഒരു പ്രവാചകൻ, ഒരു മുഹമ്മദ് നബി, അവരുടെ കൂട്ടത്തിലുള്ള ഒരാൾ, അതുതന്നെ അവരുടെ കൂട്ടത്തിലുള്ള ഒരു അനാഥയായി വളർന്ന ഒരു കുട്ടി, പ്രവാചകനായതിലുണ്ടായ അഹങ്കാരം, ഈ അഹങ്കാരം വന്നു കഴിഞ്ഞാൽ നമ്മുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകും. ഞാൻ എന്ന ബോധം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ പരലോകത്തെ പറ്റിയുള്ള ബോധവും അള്ളാഹുവിനെ പറ്റിയുള്ള ചിന്തയും നഷ്ടപ്പെടും. പിന്നെ ഞാനായിരിക്കും വലിയത്. അതാണ് അവർക്കുണ്ടായത്. മുഹമ്മദ് നബി പ്രവാചകനാണ്, സത്യസന്ധനാണ് എന്ന കാര്യത്തിലൊന്നും അവർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നില്ല. അവരുടെ മനസ്സാക്ഷി അദ്ദേഹം നല്ല ആളാണ് എന്ന് തന്നെയാണ് പറഞ്ഞിരുന്നത്. എന്നാലും അങ്ങനെയുള്ള ഒരു നല്ല ആൾ ആ യതീമായ ഓനാണോ ആവേണ്ടത്, ഞങ്ങളൊക്കെയല്ലേ എന്ന അഹങ്കാരമാണ് അബ്ദുല്ലാഹിബ്നു ഉബയ്യിബ്നു സുലൂലിന് മദീനത്ത് അയാളാണ് വിചാരിച്ചിരുന്നത് ഞാനായിരിക്കും ഇനി വരുന്ന നബി. കാരണം അതിനത്രയും ക്വാളിഫിക്കേഷൻ അയാൾക്ക് ഉണ്ടായിരുന്നു, അറിവുണ്ടായിരുന്നു, വലിയ പണ്ഡിതനായിരുന്നു, നല്ല ബുദ്ധി ഉണ്ടായിരുന്നു, തന്ത്രജ്ഞനായിരുന്നു, അതിനുള്ള സാമർഥ്യം ഉണ്ടായിരുന്നു. അയാൾ അവിടെ മൂപ്പര് വിചാരിച്ചത് ഞാനായിരിക്കും ഇനി വരുന്നൊരു നബിയെന്ന്. അതുകൊണ്ടാണ് അദ്ദേഹം മുനാഫിക്കീങ്ങളുടെ നേതാവായിട്ട് തള്ളിക്കളഞ്ഞത് ഇസ്ലാമിനെ. അറിയാത്തത് കൊണ്ടൊന്നുമല്ല. ഇനി മക്കയിലാണെങ്കിൽ വലീദ് ബിൻ മുഗീറത്ത്
വിചാരിച്ചിരുന്നു ഞാനാണ് നബി ആവേണ്ടത്. കാരണം അവരുടെ നേതാവും അറിവുള്ള ആളും എല്ലാ അർത്ഥത്തിലും കാരണവരും വലീദ് ഇബ്നു മുഗീറത്താണ്. അങ്ങനെ ഒരു നബി വരികയാണെങ്കിൽ ഞാനാണ് ആവേണ്ടത്. അപ്പോൾ ആ ഞാനെന്ന ബോധമാണ് ഇബ്ലീസിനെ പിഴപ്പിച്ച പോലെ അവരെയൊക്കെ പിഴപ്പിച്ചത്. അതുതന്നെയാണ് നമ്മളെയും പലപ്പോഴും ഞങ്ങൾ എന്നൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ മനുഷ്യന്മാരാകെ കൂടിയും ഈമാനും ആഖിറവും നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ടാണ് വിനയം എപ്പോഴും ഞാൻ എന്നതിനേക്കാളും ഞാനൊന്നുമല്ല എന്ന വിനയബോധമാണ് ഒരാളെ സംബന്ധിച്ചിടത്തോളം വേണ്ടത്. അപ്പോൾ അതാണ് പറഞ്ഞത്, ലഖദിസ്തക്ബറൂ ഫീ അൻഫുസിഹിം. അവർ എന്താ മലക്ക് വരാത്തത്, ഇവനൊക്കെ വന്നാൽ മതിയോ, ഞങ്ങൾക്ക് ഇവൻ വന്നാൽ പോരാന്നർത്ഥം. ഈ മുഹമ്മദ് വന്നാൽ ഞങ്ങൾക്ക് പോരാ പ്രവാചകനായിട്ടൊരു മലക്കൊക്കെ നേരിട്ട് വരണം. ഔ നറാ റബ്ബന, അല്ലെങ്കിൽ അള്ളാനെ ഞങ്ങൾക്ക് നേരിട്ട് കാണണം. മൂസാ നബിനോട് ചോദിച്ച പോലെ അള്ളാനെ കണ്ട് കാണണം, ഞങ്ങൾക്ക് ഇവൻ പറഞ്ഞാലൊന്നും പോരാ, ഞങ്ങൾ അതിനകത്തൊന്നും അല്ല എന്ന ഒരു ബോധം. ലഖദിസ്തക്ബറൂ ഫീ അൻഫുസിഹിം, അവരുടെ നഫ്സിൽ അവർ അഹങ്കരിച്ചു, ഇസ്തിക്ബാർ കാണിച്ചു. വഅതൗ ഉതുവൻ കബീറ, അവർ വല്ലാത്ത വലിയ അതിക്രമത്തിൽ പെട്ടുപോവുകയും ചെയ്തു. അഹങ്കരിച്ചാൽ പിന്നെ അതിക്രമം കൂടി പോവുമല്ലോ. യൗമ യറൗനൽ മലായികത്ത, അവർ മലക്കുകളെ കാണുന്ന ദിവസം, മരണസമയം അല്ലെങ്കിൽ പരലോകത്ത് വെച്ച് കാണുന്ന ദിവസം. ലാ ബുഷ്റാ യൗമ ഇദിൽ മുജ്രിമീൻ, അന്ന് ആ ദിവസം മുജ്രിമീങ്ങൾക്ക്, അക്രമികളായ ആളുകൾക്ക് ഒരു സന്തോഷവുമില്ല. വയഖൂലൂന ഹിജ്റം മഹ്ജൂറ, അവർ പറയും പറ്റ തടഞ്ഞുപോയി, അള്ളാഹുവിൻ്റെ അനുഗ്രഹം തടയപ്പെട്ടു പോയി എന്ന് ആ മലക്കുകൾ അവരോട് പറഞ്ഞുകൊണ്ടിരിക്കും. ഒരു സന്തോഷവുമില്ല, നിങ്ങൾക്കെല്ലാം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ദിവസം. വഖദിംന ഇലാമ അമിലു, അവർ പ്രവർത്തിച്ചതിലേക്ക് നമ്മൾ ചെല്ലും. ഖദിമ ഇലൈഹി എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്തേക്ക് ചെന്നു എന്ന വാക്കിൻ്റെ അർത്ഥം, മുന്നിട്ട് ചെന്നു എന്ന. അപ്പോൾ അള്ളാഹു തആല പറയാണ് വഖദിംന ഇലാമ അമിലു മിൻ അമലിൻ, എന്ത് അമലാണെങ്കിലും, ഏതൊരു ചെറിയ അമലാണെങ്കിൽ പോലും അവർ പ്രവർത്തിച്ചതിലേക്ക് നമ്മൾ ചെല്ലും. ഫജഅൽനാഹു ഹബാഅം മൻസൂറ, എന്നിട്ട് ആ അമലുകളെ നാം ഹബാഉം മൻസൂറാക്കും, അതായത് കാറ്റിൽ വിതറിയ ധൂളികളെപ്പോലെയാക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മനുഷ്യന്മാരുടെ അമലുകളെ രണ്ട് രൂപത്തിൽ പറയുന്നുണ്ട്. ഒന്ന് അവിശ്വാസികളുടെ അമലുകൾ. അള്ളാഹുവിൽ വിശ്വാസമില്ലാത്ത ആളുകൾ, ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളുണ്ട് ലോകത്ത്. അള്ളാഹുവിൽ അവർക്ക് വിശ്വാസമില്ല, ദീനിൽ വിശ്വാസമില്ലെങ്കിലും ഒരുപാട് സൽക്കർമ്മങ്ങളും ദാനധർമ്മങ്ങളും ഒരുപാട് സാമൂഹ്യ സേവനങ്ങളും ചെയ്യുന്ന, ഒരു പക്ഷേ വിശ്വാസമുള്ളവരെക്കാളും സൽസ്വഭാവവും ദീനദയയും പുലർത്തുന്ന ആളുകൾ ഉണ്ടായിരിക്കും ഭൂമിയിൽ, ധാരാളം കാണാം. അവരെ അല്ലാഹു തആല അവർക്ക് കൊടുക്കുന്ന പ്രതിഫലം ഇവിടെ തന്നെ കൊടുക്കും, പരലോകത്തില്ല. പരലോകത്ത് ആ അമലുകളൊക്കെ ഹബാഅം മൻസൂറാക്കും, അതായത് വിതറിയ ധൂളികളെപ്പോലെയാക്കും. ഇനി അള്ളാഹുവിൽ വിശ്വാസമുള്ള, പരലോകത്തിൽ വിശ്വാസമുള്ള നമ്മുടെ അമലുകൾ കാറ്റിൽ വിതറിയ ധൂളികളെപ്പോലെയാക്കുന്ന സന്ദർഭങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതെന്താണ്? ഇഖ്ലാസ് ഇല്ലാതെ നമ്മൾ ചെയ്ത അമലുകൾ, ആത്മാർത്ഥതയില്ലാതെ, പഠിച്ചവന് വേണ്ടി അള്ളാഹുവിങ്കൽ നിന്ന് കൂലി കിട്ടണം എന്നാഗ്രഹിക്കാതെ, ഞാൻ ഒരു നല്ല ആബിദാണ്, ഇബാദത്ത് ചെയ്യുന്നവനാണ് എന്ന് മറ്റുള്ളവരെ അറിയിക്കാൻ വേണ്ടി അമൽ ചെയ്യുന്ന ആളുകൾ, ഞാൻ നല്ല ദാക്കിറാണ്, ദിക്ർ ചൊല്ലുന്നവനാണെന്ന് അറിയിക്കാൻ വേണ്ടി ആളുകളെ കാണെ ഇങ്ങനെ ഒരു ദിക്ർ വർദ്ധിപ്പിക്കുന്ന ഒരു സ്വഭാവമുള്ള ആളുകൾ, ആലിമാണെന്നറിയിക്കാൻ വേണ്ടി വലിയ പാണ്ഡിത്യം നടിക്കുന്ന ആളുകൾ, അതുപോലെ ഞാൻ ധീരനാണെന്നറിയിക്കാൻ വേണ്ടി യുദ്ധം ചെയ്ത് രക്തസാക്ഷിയാവുന്ന ആളുകൾ, ധർമ്മിഷ്ഠനാണ് എന്ന് ജനങ്ങളറിയിക്കാൻ വേണ്ടി ആളുകളെ കാണെ ധർമ്മം ചെയ്യുന്ന ആളുകൾ, അവരുടെ അമലുകളൊക്കെ അല്ലാഹു തആല പരലോകബോധമുള്ള വിശ്വാസികളാണെങ്കിൽ പോലും അല്ലാഹു തആല ഹബാഅം മൻസൂറാക്കും എന്ന് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. യുദ്ധം ചെയ്ത ജവാദ്, ആലിമ്, അള്ളാഹു ആദ്യമായി വിചാരണക്ക് വരുത്തുന്ന 3 ആളുകൾ, ഒന്ന് ആലിമാണ്,
പണ്ഡിതനാണ് എന്ന് പറയുന്ന ആളുകൾ താല്പര്യങ്ങൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ നല്ല പണ്ഡിതനാണെന്ന് പറയാനോ വേണ്ടി ആളുകൾക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിരുന്ന ആളുകൾ, അതായത് പേരിനും പ്രശസ്തിക്കും വേണ്ടി അവനെയാണ് ആദ്യമായി വിചാരണ ചെയ്യുക. അതൊക്കെ പേരും പ്രശസ്തിയൊക്കെ കിട്ടി, നോട്ടീസിൽ വന്നു, ആളുകളുടെ ലൈക്കും കിട്ടി, പരലോകത്തൊന്നുമില്ല, മൻസൂറാക്കും. 2 ധർമ്മിഷ്ഠനാണ്, ജവാദ് ധർമ്മിഷ്ഠനാണ് എന്ന് പറയിക്കാൻ വേണ്ടി ധർമ്മം ചെയ്യുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ സ്വന്തം കുടുംബത്തിലെ സാധുക്കളും കുഴങ്ങിയ ആളുകളും ചെന്നാൽ 5 കാശ് കൊടുക്കൂല. അപ്പോൾ അവിടെ നേരെ മറിച്ച് ആരെങ്കിലും മാന്യന്മാരൊക്കെ ചെന്നാൽ വലിയത് എടുത്തു കൊടുക്കുന്ന ആളുകൾ. അതെന്തിനാ? സ്വന്തം കുടുംബത്തിൽ കൊടുത്താൽ ആരും അറിയില്ല, അല്ലെങ്കിൽ പാവപ്പെട്ടവനെ സാധുവിന് കൊടുത്താൽ അയൽവാസിക്കും അടുത്തവനും കൊടുത്താൽ ആരും അറിയില്ല, വലിയ വലിയ ആളുകൾക്ക് കൊടുത്താൽ അറിയും. ആ ഒരു ഉദ്ദേശത്തോടുകൂടി ചില ആളുകൾ അങ്ങനെ കൊടുക്കേണ്ടി നിർബന്ധിത സാഹചര്യത്തിൽ കൊടുക്കേണ്ട ആളുകളുണ്ടാവും, അവരെ പറ്റിയല്ല. ആ സതുദ്ദേശമില്ലാതെ പേരിനും പ്രശസ്തിക്കും വേണ്ടി ധർമ്മം ചെയ്യുന്ന ആളെയാണ് അള്ളാഹു വിചാരണക്കെടുക്കുന്ന 2ാമത്തെ വ്യക്തി എന്ന് നബി പഠിപ്പിച്ചിട്ടുണ്ട് മുസ്ലിമിൻ്റെ ഹദീസിൽ. അവൻ്റെ ധർമ്മമൊക്കെ ആളുകൾ അറിഞ്ഞു, എല്ലാവരുടെയും നല്ല പ്രശംസ കിട്ടി, ഇവിടെ നിന്നൊന്നുമില്ല, അഭാവം മൻസൂറാണ്, ധൂളിയാക്കി മാറ്റും. 3ാമത്തത് ജിഹാദ് ചെയ്യുന്ന ഷഹീദ്, അയാൾ നല്ല ധീരനാണ് എന്നറിയാൻ വേണ്ടി ജിഹാദ് ചെയ്ത് മരിച്ചുപോയി, വലിയ ത്യാഗം ചെയ്ത് മരിച്ചുപോയി, ധീരനാണെന്ന് രക്തസാക്ഷിത്വത്തിൻ്റെ മഹത്വം എല്ലാവരും പ്രകീർത്തിക്കുകയും ചെയ്തു, ദുന്യാവ് തന്നെ കൂലി കൊടുത്തു എന്ന് പറയുന്ന ആളുകളുണ്ട്. 2ാമത്തേത് ബിദ്അത്തുകൾ ചെയ്യുന്ന ആളുകൾ, അവർക്കും അമലുകളുടെ പ്രതിഫലം നാളെ പരലോകത്ത് കിട്ടുകയില്ല. അൽ അത്താക്ക ഹദീസുൽ ഖാശിയ ഉജൂഹു യൗമഇദിൻ ഖാശിയ ആമിലത്തുൻ നാസിബ തസ്ലാ നാറൻ ഹാമിയ. പ്രവർത്തിച്ച് ക്ഷീണിച്ച ആളുകൾ, ആമിലത്തുൻ എന്ന് പറഞ്ഞാൽ അമല് ചെയ്തവർ, നാസിബത്തുൻ അമല് ചെയ്ത് ക്ഷീണിച്ച ആളുകൾ, തസ്ലാ നാറൻ ഹാമിയ ചൂടുള്ള നരകത്തിൽ അവർ കടക്കും. അമല് ചെയ്ത് ക്ഷീണിച്ചിട്ടും എന്താ കിടക്കുന്നത്? അമല് ചെയ്തത് അള്ളാഹും റസൂലും പഠിപ്പിച്ചതുപോലെയല്ല. അതൊക്കെയാണ് നമ്മൾ പേടിക്കേണ്ടത്. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ സൽക്കർമ്മങ്ങളാണെന്ന് നമ്മൾ വിചാരിക്കുന്ന കർമ്മങ്ങൾ അള്ളാഹും റസൂലും പഠിപ്പിച്ച ഖുർആനിലോ സുന്നത്തിലോ സ്ഥിരപ്പെട്ടതായിരിക്കണം. ബിദ്അത്തുകൾക്ക് വേണ്ടി ആളുകൾ ധാരാളം പണം ചെലവഴിക്കുന്നു, സമയം ചെലവഴിക്കുന്നു, അതുപോലെ തന്നെ ഒരുപാട് അധ്വാനം, മനുഷ്യാധ്വാനം ചെലവഴിക്കുന്നുണ്ട്. അതൊന്നും പരലോകത്ത് കിട്ടൂല. കഴിഞ്ഞ 2-4 ദിവസം മുമ്പ് വയനാട് പോയപ്പോൾ ചുരത്തിൻ്റെ മധ്യത്തിൽ ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇറങ്ങി. അപ്പം മലയുടെ മുകളിൽ നിന്ന്, അവിടെ അങ്ങനെ നോക്കിയാൽ കാണുന്ന ഒരു മലയുടെ മുകളിൽ നിന്ന് കാട്ടിലെ ചെറിയ നടവഴിയിൽ കൂടി കുറേ മനുഷ്യന്മാർ ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ചായയും കുടിച്ചപ്പോൾ അതിങ്ങനെ ഇറങ്ങി വന്ന് നോക്കി ഇങ്ങനെ കണ്ടു അവരിങ്ങനെ ഇറങ്ങി ഞങ്ങളിരിക്കുന്ന സ്ഥലത്തേക്ക് ഇങ്ങനെ കയറി വന്നു. ഒരു ഇറക്കും കയറ്റുമാണ്, കാട്ടുകൂടി ഇങ്ങനെ ഒറ്റയടി പാതയിൽ കൂടി വരികയാണ്. വന്ന് നോക്കുമ്പോൾ നമ്മളൊക്കെ അറിയുന്ന ആളുകൾ തന്നെയാണ്, പരിസരത്തുള്ള ആളുകളാണ്. അപ്പോൾ അവരുടെ കൂട്ടത്തിലുള്ള ഒരാളോട് ചോദിച്ചു, എന്താണ് എവിടുക്കാങ്ങൾ ഈ കാട്ടുകൂടി നടക്കുന്നത്? അവിടെ ഒരു ജാറമുണ്ട്, അവിടെ പോയി സിയാറത്ത് ചെയ്ത് വരികയാണെന്ന്. ഇനി എവിടുക്കാൻ പോകുന്നു ചോദിച്ചാൽ ഇനി ഇവിടെ നിന്നാണ്ട് സിയാറത്ത് പോവാണ്. അപ്പോൾ ഈ കൊടി കുത്തിയോടത്തൊക്കെ ഒരു ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ സാധാരണക്കാരായ മനുഷ്യന്മാർക്കൊന്നും അറിയില്ലോ. അവർ അറിവുള്ളവർ പറഞ്ഞു കൊടുക്കുന്നതാണ് ശരിയെന്ന് വിചാരിച്ച് അവർ കാശും മുടക്കി അദ്ദേഹത്തിനും എന്തൊക്കെ സഹായിച്ച് കൊടുത്ത് അങ്ങനെ കൊടി കുത്തിയെടുത്ത് മല കയറി ഇറങ്ങുകയാണ്. എത്ര അധ്വാനമാണ് ആ മലൻ്റെ മുകൾക്ക് കയറി ഇറങ്ങാൻ. പക്ഷെ എന്താണ്, അവർക്ക് ആമിലത്തുൻ നാസിബ, ഒരുപാട് ചെയ്ത് അധ്വാനിച്ചതാണ്. പക്ഷേ തസ്ലാ നാറൻ, പഠിച്ചോൻ പുറത്തു കൊടുത്തില്ലെങ്കിൽ നരകത്ത് കടക്കും എന്ന് തന്നെയാണ് അള്ളാഹു തആല പറയുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന അനാചാരങ്ങളൊന്നും നമ്മൾ ചെയ്യേണ്ടതില്ലല്ലോ. റസൂലുള്ള പഠിപ്പിച്ച് തന്ന ദിക്ർ തന്നെ വൈകുന്നേരമോളം ചെല്ലിയാലും നമുക്ക് നേരമില്ല. അദ്കാറു സബഹ് അദ്കാറുൽ മസാ, റസൂലുള്ള പഠിപ്പിച്ച് തന്ന നിസ്കാരങ്ങൾ കൃത്യമായി മുഴുവൻ നിസ്കരിക്കുകയാണെങ്കിൽ നമുക്ക് നേരമില്ല. അത്രയും സുന്നത്തുകൾ നമുക്ക് സുന്നത്ത് നമസ്കാരങ്ങളായി ഫർള് നമസ്കാരം, മുഅക്കദായ പ്രധാനപ്പെട്ട സുന്നത്തുകൾ, മുഅക്കദല്ലാത്ത സുന്നത്തുകൾ, അതുപോലെ തന്നെ ദുആ നമസ്കാരം, തഹജ്ജുദ് നമസ്കാരം, അങ്ങനെ എന്തെല്ലാം ഉണ്ട്.
അള്ളാഹു പഠിപ്പിച്ചു തന്ന സൽക്കർമ്മങ്ങളൊക്കെ ചെയ്ത് തീർക്കുകയാണെങ്കിൽ നമുക്ക് നേരമില്ലല്ലോ. പിന്നെന്തിനാ ഈ ബിദഅത്തിൻ്റെ പിന്നാലെ പോകുന്നത്? എന്നിട്ട് നേരം മുക്കോളം പാടത്ത് എന്തോ ചൊല്ലി പറഞ്ഞ് കിടക്കുന്നു, ഇരിക്കുന്നു, അല്ലെങ്കിൽ ആരൊക്കെ പറഞ്ഞത് കേട്ട് ചൊല്ലുന്നു. അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഹബാ മൻസൂർ ആവും എന്ന് നമ്മൾ പേടിക്കണം. നമ്മുടെ അമലുകൾ അല്ലാഹു തആല ഹബാ മൻസൂറാക്കും, അതായത് ധൂളിയാക്കി മാറ്റും. കാരണം പടച്ചോൻ പറഞ്ഞതല്ലാത്തത് ചെയ്താൽ അവിടെ ചിലവാവില്ലോ പരലോകത്ത്. വേറൊന്ന് വിശ്വാസികളായ ആളുകളുടെ അമലിനെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, പിന്നെ ലഅലമന്ന അഖ്വാമൻ, എനിക്ക് സൗബാൻ റളിയല്ലാഹു അൻഹു ആണ് ഉദ്ധരിക്കുന്നത്, ചില ആളുകളെ എനിക്കറിയാം, അവർ ധാരാളം യഅ്തൂന യൗമൽ ഖിയാമത്തി ബിഹസനാത്തി അംസാലി ജിബാലി തിഹാമ മല പോലെ, ബീളൻ തിഹാമ മല പോലെ വെളുവെളുത്ത ശുദ്ധമായ ഒരുപാട് അമലുകളുമായിട്ട് ഖിയാമത്ത് നാളിൽ വരും അവർ. തിഹാമ മല എന്ന് പറഞ്ഞാൽ ഒരു മണലിൻ്റെ, എല്ലാവർക്കും ഓലോട് പറഞ്ഞാൽ മനസ്സിലാവുന്ന മരുഭൂമിയിലുള്ള ഒരു മണലിൻ്റെ മലയാണ് തിഹാമ പ്രദേശത്തുണ്ടാവുന്ന മല. ആ മലയോളം മണൽക്കുന്നായതുകൊണ്ട് എപ്പോഴും സൂര്യനിൽ വെട്ടിത്തിളങ്ങി നിൽക്കുന്ന തിഹാമ മല പോലെ വെട്ടിത്തിളങ്ങുന്ന നല്ല നല്ല സൽക്കർമ്മങ്ങളുമായി അവർ പരലോകത്ത് വരും. ഫയജ്അലുഹല്ലാഹു ഹബാഅൻ മൻസൂറ, ആ അമലുകളെയെല്ലാം അല്ലാഹു തആല കാറ്റിൽ പറത്തുന്ന ധൂളികളാക്കി മാറ്റും. അമലിനൊന്നും ഒരു ഫലം കിട്ടൂല. അപ്പോൾ സൗബാൻ റളിയല്ലാഹു സൗബാൻ പറയാണ്, സഹാബിമാർ ഞങ്ങൾ ചോദിച്ചു, റസൂലുള്ളാഹ് ഞങ്ങൾക്ക് സിഫ്ഹും ലനാ യാ റസൂലുള്ളാഹ്, ആരെപ്പറ്റിയാണ് റസൂലെ ഇത്ര കൂടുതൽ അമല് ചെയ്തിട്ട് ഈ പിന്നെ പൊടിപടലങ്ങളാക്കി മാറ്റുന്ന ആളുകളെപ്പറ്റി ഞങ്ങൾക്ക് താങ്കളൊന്ന് വിവരിച്ചു താ എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഹും ഇഖ്വാനുക്കും, അവർ നിങ്ങളുടെ സഹോദരന്മാരാണ്, വമിൻ ജിൽദത്തിക്കും, നിങ്ങളുടെ വർഗത്തിൽപ്പെട്ടവർ തന്നെയാണ്, യഖുദൂന മിനൽ ലൈലി മാ തഖുദൂൻ, രാത്രിയിൽ നിങ്ങൾ ചെയ്യുന്ന അമലുകളൊക്കെ ചെയ്യുന്നവർ തന്നെയായിരിക്കും അവർ. അപ്പോൾ അമലിൻ്റെ കാര്യത്തിൽ കുറവില്ല, നിങ്ങളെ ബാക്കിയുള്ളവർ തന്നെയാണ്, നിങ്ങളെ കൂട്ടത്തിൽപ്പെട്ട പോലെ തന്നെയാണ്. പക്ഷേ വലാകിന്നഹും ഖൗമുൻ ഇദാ ഖലൗ ബിമഹാരിമില്ലാഹി ഇൻതഹഖൂഹാ, അവർ ഒരു വിഭാഗമാണ്, ഹറാമ് ചെയ്യാൻ, സ്വകാര്യമായി ഹറാമ് ചെയ്യാൻ ചാൻസ് കിട്ടിയാൽ ഹറാം അവർ ചെയ്യും, പരസ്യമായി ചെയ്യൂല. ഒറ്റക്കാരും കാണാതെ ഹറാമ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഒത്തു വന്നാൽ അള്ളാഹിൻ്റെ കൽപ്പന ഇൻതഹക്ക എന്ന് പറഞ്ഞാൽ പിച്ച് ചീന്തും, അള്ളാഹിൻ്റെ കൽപ്പനയ്ക്ക് ഒരു വില ഉണ്ടാവില്ല, ആ ഹറാം അവർ ചെയ്യും. അപ്പോൾ രഹസ്യ ജീവിതം ശുദ്ധീകരിക്കാത്ത, പരസ്യമായി നടക്കുന്ന, മാന്യതയും ദീനും ചമഞ്ഞ് നടക്കുന്ന ആളുകളുടെ അമലുകളെ അല്ലാഹു തആല ഹബാഉ മൻസൂറാക്കുമെന്ന് നബി പറഞ്ഞു. എന്തിനാ? രാസജീവിതം നന്നാക്കാനുള്ള ഒരു കൽപ്പനയായിരുന്നു അത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഹബാഉ മൻസൂറാക്കും. ഖദിംനാ ഇലാ മാ അമിലൂ മിൻ അമലിൻ, അവർ പ്രവർത്തിച്ച ഏതൊരു അമലിൻ്റെ അടുത്തേക്കും നമ്മൾ ചെല്ലും, ചെറിയതും വലിയതും. ഫജഅൽനാഹു ഹബാഅൻ മൻസൂറ, അതിനെ ഹബാ ധൂളികളാക്കും, മൻസൂറ വിതറിയ ധൂളികളാക്കും. അസ്ഹാബുൽ ജന്നത്തി, അന്ന് സ്വർഗവാസികൾ, യൗമ ഇതിൻ, അന്ന് ആ ദിവസം സ്വർഗവാസികൾ, ഖൈറും മുസ്തഖറൻ, ഏറ്റവും നല്ല സങ്കേതമുള്ളവരാണ്, വ അഹ്സനു മഖീല, ഏറ്റവും നല്ല വിശ്രമമുള്ളവരുമാണ് സ്വർഗവാസികൾ. അള്ളാഹു അവരെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. വയൗമ തശഖഖു സ്സമാഉ ബിൽ ഗമാം, അപ്പോൾ പരലോകത്തെ കാര്യമാണ് പറയുന്നത്. ഇനി പരലോകത്ത് യൗമ തശഖഖു സ്സമാഉ, ആകാശം പൊട്ടിപ്പിളരുന്ന ദിവസം, ബിൽ ഗമാം, വെള്ളമേഘങ്ങളെയും കൊണ്ട്. ഗമാം എന്ന് പറഞ്ഞാൽ വെളുത്ത മേഘം എന്നാണ്, വെളുത്ത മേഘങ്ങൾ. ഇത് പറയുന്നത് ഖുർആൻ വ്യാഖ്യാതാക്കൾ പറയുന്നത്, പരലോകത്ത് ജനങ്ങളെയെല്ലാം അല്ലാഹു തആല ഒരുമിച്ച് കൂട്ടുകയും അവരെല്ലാം വിചാരണ കാത്തിരിക്കുകയും ചെയ്യുമ്പോൾ അല്ലാഹു തആല തൻ്റെ സിംഹാസനത്തിൽ നിന്ന് ഈ ഒരു വെളുത്ത മേഘപടലങ്ങൾ, വെളുത്ത പ്രകാശപടലങ്ങളിലായി മനുഷ്യന്മാരുടെ അടുക്കലേക്ക് വരും എന്ന് ഹദീസിലുണ്ട്. എങ്ങനെയാണ് ആ വരവ്, എവിടുന്നാ വരവ്, അതൊന്നും നമുക്ക്
ചോദിച്ച് നമ്മളതിൻ്റെ ഒരു ഭൗതികമായ വ്യാഖ്യാനം ഈ ജാതി കാര്യങ്ങളിൽ നമ്മൾ നടത്തേണ്ടതില്ല. നമുക്ക് മനസ്സിലാകാവുന്ന തരത്തിൽ അള്ളാഹു തആല നമുക്കൊന്ന് പറഞ്ഞു തന്നു. അങ്ങനെ തന്നെയാണല്ലോ നമുക്ക്. ഇപ്പോൾ നമ്മളെ പിന്നെ ഭൗതിക ശാസ്ത്രം നമുക്ക് ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞു തരുമ്പോൾ നമുക്ക് മനസ്സിലാകാവുന്ന ഒരു തലത്തിൽ നിന്ന് പറഞ്ഞു തരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞു തന്നു. പരലോകത്തെല്ലാവരും ഹാജരാക്കപ്പെട്ട് കഴിഞ്ഞാൽ അള്ളാഹു മുകളിൽ നിന്ന് ആകാശം പൊട്ടിപ്പിളരുകയും മലക്കുകളെല്ലാവരും വരിവരിയായിക്കൊണ്ട് മനുഷ്യരെ പൊതിഞ്ഞു നിൽക്കുകയും അള്ളാഹു തആല പ്രകാശത്തിൻ്റെ മേഘത്തിൽ ഹൊമാമ് പറഞ്ഞാൽ വെളുത്ത മേഘം എന്ന് പറഞ്ഞാൽ ആ പ്രകാശത്തിൻ്റെ മേഘങ്ങളിലായി അള്ളാഹു തആല അങ്ങനെ ഇറങ്ങി വരും, നമ്മുടെ മനുഷ്യൻ്റെ അടുത്തേക്ക് വരും, എന്നിട്ട് വിചാരണക്കുള്ള ഉത്തരവ് നൽകും എന്നൊക്കെ പരലോകത്തിലെ ആ അവസ്ഥ നമുക്ക് മനസ്സിലാകാവുന്ന ഭാഷയിൽ റസൂലുള്ളാഹി പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൻ്റെ ബാക്കി ഹഖീഖത്ത്, അതിൻ്റെ ഹഖീഖത്ത് എന്താണെന്നുള്ളത് പഠിച്ചോനെ അറിയുള്ളൂ. ആ വിഷയമാണ് ഈ പറയുന്നത്. വയൗമ തശഖഖു സ്സമാഉ, ആകാശം ശഖഖ എന്ന് പറഞ്ഞാൽ പൊട്ടിപ്പിളർന്നു, മുറിഞ്ഞു എന്നൊക്കെയാണ്. ആകാശം പൊട്ടിപ്പിളരുന്ന ദിവസം, ബിൽ ഗമാമി, വെള്ളമേഘങ്ങളും കൊണ്ട് പൊട്ടിപ്പിളരുന്ന ദിവസം. അപ്പോൾ അള്ളാഹു ആ ആകാശലോകത്ത് നിന്ന് ആ പൊട്ടിപ്പിളർന്ന് ഇങ്ങോട്ട് വരും. വനുസ്സിലൽ മലായികത്തു തൻസീല, മലക്കുകൾ ശക്തമായി ഇറക്കപ്പെടും. എല്ലാ ആകാശലോകത്തുമുള്ള എണ്ണമറ്റ മലക്കുകളെ ഇറക്കപ്പെടും. എവിടെയാണോ മനുഷ്യരെ അള്ളാഹു ഒരുമിച്ച് കൂട്ടിയത് അവിടേക്ക് മലക്കുകളെ ഇറക്കപ്പെടും. നുസ്സില എന്ന് പറഞ്ഞാൽ ഇറക്കപ്പെടും. നുസ്സില തൻസീല എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ആ ശക്തി കാണിക്കുകയാണ്. ഒരു ഇറക്കപ്പെടും, അതിശക്തമായി ഇറക്കപ്പെടും. അങ്ങനത്തെ ഒരു ദിവസം. അൽ മുൽക്കു യൗമ ഇതിൻ, അന്ന് അൽ മുൽക്കു അധികാരം, അൽ ഹഖു സത്യമായും ഉള്ള അധികാരം, ലിർ റഹ്മാൻ പരമകാരുണികനായ അള്ളാഹുവിനാണ്. ആ പദപ്രയോഗം നോക്കൂ നിങ്ങൾ. മനുഷ്യന്മാരെല്ലാം വിചാരണക്ക് കാത്തു നിൽക്കുന്ന ദിവസം അള്ളാഹു ആ ഭാവഭാവത്തോടുകൂടി പ്രകാശത്തിൻ്റെ മേഘത്തിൽ അള്ളാഹു മലക്കുകളോടൊപ്പം ഇറങ്ങി വരികയും എന്നിട്ട് അന്ന് പരമാധികാരം, സത്യമായിട്ടുമുള്ള അധികാരം റഹ്മാനിനുള്ളതാണ്, അള്ളാഹ്ക്കുള്ളതാണ് എന്നല്ല പദപ്രയോഗം, റഹ്മാനുള്ളതാണ്. എന്താ അതിൻ്റെ അർത്ഥം? അങ്ങനെയൊക്കെ ഭാവത്തോടുകൂടിയുള്ള അള്ളാഹുവിൻ്റെ പരമാധികാരമാണെങ്കിലും ഒരക്രമിയല്ല അള്ളാഹു, പരമകാരുണികനാണ്. പുറത്തു കൊടുക്കാവുന്നിടത്തോളം പുറത്തു കൊടുക്കുന്ന പരമകാരുണികനാണ്. അൽ ഹഖു അൽ മുൽക്കു യൗമ ഇതിൻ, അൽ ഹഖു സത്യമായിട്ടുള്ള അന്നത്തെ അധികാരം, ലിർ റഹ്മാൻ പരമകാരുണികനായ അള്ളാഹുവിനുള്ളതാണ്. വകാന യൗമ ഇതിൻ വകാന യൗമൻ അലൽ കാഫിരീന അസീറ, വകാന യൗമൻ അതൊരു ദിവസമാണ്, അലൽ കാഫിരീന അസീറ അവിശ്വാസികൾക്ക് അസീറൻ ഞെരുക്കമുള്ള പ്രയാസമുള്ള ഒരു ദിവസമായിരിക്കുന്നു അത്. അപ്പോൾ അള്ളാഹു നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വിചാരണക്ക് വിധേയമാകുന്ന സന്ദർഭത്തിൽ നമ്മൾ നന്മയും കൊണ്ടാണ് അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് വന്നതെങ്കിൽ, കരുണാനിധിയായ അള്ളാഹുവിൽ നമുക്ക് വിശ്വാസമുണ്ടെങ്കിൽ നമുക്ക് ഭയപ്പെടേണ്ടതില്ലല്ലോ. അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ. അള്ളാഹുവിൻ്റെ അടുത്ത ബന്ധുക്കൾക്ക് ഭയപ്പാടോ ദുഃഖമോ വേണ്ടതില്ല. അപ്പം നമുക്ക് വിശ്വാസികളായ ആളുകൾക്ക് സ്വന്തങ്ങളോട് നന്മ ചെയ്യുകയും കരുതിക്കൂട്ടി തെറ്റ് ചെയ്യാതിരിക്കുകയും ചെയ്ത തെറ്റ് പശ്ചാത്തപിച്ച് മടങ്ങി മരിച്ചു പോവുകയും ചെയ്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ വരവും വിചാരണക്കുള്ള ഒരുക്കങ്ങളും മലക്കുകളുടെ സാന്നിധ്യമൊന്നും നമ്മളെ ഭയപ്പെടുത്തുകയില്ല. ഒരു സമാധാനമുണ്ടാകും. ലാ യമൂത്തന്ന അഹദുക്കും ഇല്ലാ വഹുവ യുഹ്സിനുല്ലന്ന ബില്ലാ എന്ന് നബി പറഞ്ഞ ആ ഒരു ഹദീസ് നമ്മൾ നേരത്തെ അടുത്ത ദിവസങ്ങൾ പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്നതിൻ്റെ 3 ദിവസം മുമ്പ് പറഞ്ഞ ഒരു വചനമാണ്, ലാ യമൂത്തന്ന അഹദുക്കും ഇല്ലാ വഹുവ യുഹ്സിനുല്ലന്ന ബില്ലാ. അള്ളാഹുവിനെ പറ്റി നല്ല വിചാരത്തോടു കൂടിയല്ലാതെ നിങ്ങളാരും മരിക്കരുത്. എങ്ങനെയാണ് അള്ളാഹുവിനെ പറ്റി നല്ല വിചാരം നമുക്ക് കിട്ടുക?
അള്ളാഹു റഹ്മാനാണ്. പിന്നെ ഞാനെന്തെങ്കിലും ചെയ്തേക്കണമെങ്കിൽ അവന് കോപം വന്നിട്ടുണ്ടെങ്കിൽ ഞാനതിന് തൗബ ചെയ്തിട്ടുണ്ട്. അള്ളാഹുവിന് വേണ്ടി ഞാൻ എന്നെക്കൊണ്ട് കഴിയാവുന്ന നന്മകൾ ചെയ്തിട്ടുണ്ട്. ഇനി തിന്മകൾ ഒരുപാട് വന്നാലും എൻ്റെ തിന്മയേക്കാളും കൂടുതൽ ഞാൻ നന്മയാണ് ചെയ്തിട്ടുള്ളത് എന്ന് എനിക്കറിയാം. അപ്പോൾ ഒരു ഹുസ്നുൽ തന്നെ നല്ല വിചാരം അള്ളാഹുവിനെ പറ്റി നമുക്ക് വരും. അങ്ങനെയല്ലാതെ നിങ്ങൾ മരിക്കരുത് എന്നാണ് നബി പഠിപ്പിച്ചത്. അപ്പോൾ അങ്ങനെ ഹുസ്നുൽ തന്നോടുകൂടി മരിച്ച ഒരാൾക്ക് വിചാരണക്ക് വിധേയമാകുന്ന ആ ഒരു വല്ലാത്ത ദിവസം ഒരിക്കലും ഭയപ്പെടേണ്ടി വരില്ല. അതാണ് റഹ്മാനാണ് അള്ളാഹു. എന്തെങ്കിലും ചെറിയതൊക്കെ ഉണ്ടെങ്കിൽ അള്ളാഹു തആല വിട്ടുപുറത്ത് മാപ്പാക്കി തരുന്ന കരുണാനിധിയാണ്. പക്ഷേ വകാന യൗമൻ അലൽ കാഫിരീന അസീറ, നിഷേധിയായിട്ട് മരിച്ചുപോയ ആളുകളെ സംബന്ധിച്ചിടത്തോളം അസീറായ ഒരു ദിവസമായിരിക്കും അത്. അസീർ എന്ന് പറഞ്ഞാൽ യസീർ, അസീർ. ഇന്നമാൽ ഉസ്രി യുസ്ര എന്ന് പറഞ്ഞാൽ, ഉസ്ർ എന്ന് പറഞ്ഞാൽ ഞെരുക്കം, യുസ്ർ എന്ന് പറഞ്ഞാൽ എളുപ്പം. അപ്പോൾ ഇത് കാഫിരീങ്ങൾക്ക് അസീറായ ഞെരുക്കമുള്ള ഒരു ദിവസമായിരിക്കും. അന്ന് സഹിക്കാൻ കഴിയില്ല, എവിടുന്നും പോകാൻ വയ്യ, എവിടേക്ക് ഓടാൻ വയ്യ. വിചാരണക്ക് വിധേയമാകാനേ നിവൃത്തിയുള്ളൂ. വിചാരണ ചെയ്യുമ്പോൾ സൽക്കർമ്മങ്ങളൊന്നും ചെയ്തിട്ടില്ല, അള്ളാഹുവിൽ ശരിക്ക് വിശ്വാസമുണ്ടായിട്ടില്ല, വിചാരണ ചെയ്യുമെന്നുള്ള കൃത്യമായ ഒരു ഉറപ്പും ഉണ്ടാവാതെയാണ് മരിച്ചുപോയതെങ്കിൽ അതൊരു വല്ലാത്ത ബുദ്ധിമുട്ടുള്ള ദിവസം തന്നെയായിരിക്കും. വകാന യൗമൻ അലൽ കാഫിരീന അസീറ, കാഫിരീങ്ങൾക്ക്, നിഷേധികളായ ആളുകൾക്ക്. നമ്മൾ ഈ കാഫിരീങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മളല്ലാത്ത ഹിന്ദുക്കൾ എന്ന് വിചാരിക്കേണ്ട കാര്യമില്ല. അതാണ് നമ്മളൊക്കെ വിചാരിക്കല്ലതാ കാഫിരീങ്ങൾക്കല്ലേ, നമുക്കെന്താ നമ്മളൊക്കെ മുസ്ലിമീങ്ങളല്ലേ എന്ന്. അതല്ല, അള്ളാഹു തആല പറഞ്ഞ കാഫിരീങ്ങൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ വിശ്വസിക്കേണ്ട പോലെ വിശ്വസിക്കാതെ അവനോട് ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി ചെയ്യാത്ത ആൾ എന്നാ നിഷേധിൻ്റെ അർത്ഥം. അത് ഏത് മതത്തിൽപ്പെട്ടവനായിരുന്നാലും അതാണ് കാഫിർ. നമ്മൾ അതൊക്കാണ്ട് ഓൽക്ക് വെച്ചിട്ടിട്ട് ഞാനൊക്കെ പരമ്പരാഗതമായി മുസ്ലിമാന്ന് വിചാരിച്ച് പോകരുത്. കാരണം അള്ളാഹുവിൽ വിശ്വസിച്ച് ജീവിച്ച് കഴിയുന്ന കർമ്മങ്ങൾ ചെയ്ത് മരിച്ചുപോയ മനുഷ്യന്മാർക്ക് ഉപദ്രവമുണ്ടാക്കാതെ മരിച്ചുപോയ ആളുകൾക്ക് അസീറാവില്ല, യസീറായിരിക്കും, എളുപ്പമായിരിക്കും. അതല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അസീറായിരിക്കും, വിഷമകരമായിരിക്കും. ആ ദിവസത്തിനെ പറ്റി ഒന്നുകൂടി വിവരിക്കുകയാണ്. വയൗമ യഅല്ലു ളാലിമു അലാ യദൈഹി, അവിടെ ഒന്ന് ളാദാണ്, മറ്റൊന്ന് ളാ ആണ്. അത് ഉച്ചരിക്കുമ്പോൾ ഓതുമ്പോൾ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ച് ഓതണം. ഒന്ന് ളാദ്, മറ്റൊന്ന് ളാ, ളാ, ളാ. വയൗമ യഅല്ലു ളാലിമു, അക്രമിയായ അല്ല, യഅല്ലു എന്ന് പറഞ്ഞാൽ കടിച്ചു എന്ന്, കടിക്കുക, വിരൽ കടിക്കുന്നതിനും എന്തെങ്കിലും സാധനം കടിക്കുന്നതിനാണ് അല്ല എന്ന് പറയാം. അപ്പോൾ വയൗമ യഅല്ലു ളാലിമു, അക്രമികളായ അക്രമി കടിക്കുന്ന ദിവസം, അലാ യദൈഹി, രണ്ട് കയ്യും കടിക്കുന്ന ദിവസം. കയ്യ് കടിച്ചു എന്ന് പറയുന്നത് നമ്മൾ മലയാളത്തിൽ പറയൽ വിരൽ കടിച്ചു എന്നാണ്. ഒപ്പന്ന് വിരൽ കടിച്ചു എന്ന് പറഞ്ഞാൽ ഖേദിച്ചു എന്നാണ്. അറബി ഭാഷയിൽ യഅല്ലു അലാ യദൈഹി എന്ന് പറയും. രണ്ട് കയ്യും കടിച്ചു എന്ന് പറഞ്ഞാൽ ഖേദിച്ചു. രണ്ടും അടുത്തടുത്ത അർത്ഥമുള്ള ഒരു പദമാണ്, ആലങ്കാരിക പദമാണ്. വയൗമ യഅല്ലു ളാലിമു അലാ യദൈഹി, അക്രമി തൻ്റെ രണ്ട് കയ്യിന്മേലും കടിക്കുന്ന ദിവസം എന്ന് പറഞ്ഞാൽ ഖേദിക്കുന്ന ദിവസം. യഖൂലു, അവൻ പറയുന്നു, യാ ലൈതനീ ഇത്തഖർതു, എൻ്റെ നാശമേ, ഇത്തഖർതു, ഞാൻ സ്വീകരിച്ചിരുന്നെങ്കിൽ, മഅർ റസൂലി, റസൂലിൻ്റെ കൂടെ, സബീലൻ, ഒരു വഴി സ്വീകരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് വിളിച്ചു തേടുന്ന, കിട്ടാത്തത് വിളിച്ചു തേടുന്നതിനാണ് യാ ലൈതനീ എന്ന് പറയാം. ഞാൻ റസൂലിൻ്റെ കൂടെ ഒരു വഴി സ്വീകരിച്ച് റസൂലിൻ്റെ വഴിയിൽ റസൂലിനോടൊപ്പം വഴി നടന്നിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് പരലോകത്ത് വെച്ച് കല്ല് കടിക്കുന്ന അല്ലെങ്കിൽ കൈ കടിക്കുന്ന ദിവസം ഒരിക്കലോ കിട്ടൂല്ലോ. പരലോകത്തുനിന്ന് ഇനി റസൂലിൻ്റെ കൂടെ ജീവിക്കാനും കണ്ട് തിരിച്ചു വരുമല്ലോ. അങ്ങനെയുള്ള ഒരു ദിവസം, യാ ലൈതനി ഇത്തഖർതു മഅർ റസൂലി സബീല, ഇത് നമുക്കൊക്കെ വരും എന്ന് തന്നെയാണ് അള്ളാഹു പറഞ്ഞത്. റസൂലിൻ്റെ കൂടെയുള്ള ഒരു വഴി പരമാവധി
പരമാവധി റസൂല് പഠിപ്പിച്ച സുന്നത്തുകൾ ജീവിതത്തിൽ നമ്മൾ പാലിക്കാം. പരമാവധി ചെറിയതും വലിയതുമായ സുന്നത്തുകൾ പാലിക്കാൻ ശ്രമിക്കാം. അത്രയേ ഉള്ളൂ. കഴിയാത്ത കാര്യങ്ങൾ പാലിക്കാൻ ആർക്കും സാധിക്കുന്നില്ലല്ലോ. അപ്പോൾ പരമാവധി അങ്ങനെയൊക്കെ ചെയ്ത് റസൂലിൻ്റെ വഴി സ്വീകരിച്ചെങ്കിൽ എന്ന് ഖേദിച്ച് കൈ കടിക്കുന്ന ഒരു ദിവസമുണ്ടായിരിക്കും. യാ ലൈതനി തഖർതു മഅർ റസൂലി സബീല, റസൂലിൻ്റെ കൂടെ ഒരു വഴി സ്വീകരിച്ചിരുന്നു. ഇത്തഖദ എന്ന് പറഞ്ഞാൽ ആക്കി, ഉണ്ടാക്കി, സ്വീകരിച്ചു എന്നൊക്കെയാണ്. അപ്പോൾ ഇത്തഖറല്ലാഹു ഇബ്രാഹീമ ഖലീല, അള്ളാഹു ഇബ്രാഹിം നബിയെ തൻ്റെ ഖലീലായി സ്വീകരിച്ചു, കൂട്ടുകാരനായി. ആ അർത്ഥത്തിലാണ് ഇത്തഖൽതു മഅർ റസൂലി സബീല, റസൂലിൻ്റെ കൂടെ ഒരു വഴി സ്വീകരിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. യാ വൈലത്ത, എൻ്റെ നാശമേ, വൈലുല്ലിൽ മുസല്ലീൻ, നാശം. ആ വൈലത്ത, എൻ്റെ നാശമേ, അവൻ വിളിച്ചു പറയും. ലൈതനീ ലം അത്തഖിദ് ഫുലാനൻ ഖലീല, ഫുലാൻ എന്ന് പറഞ്ഞാൽ ഇന്ന ആൾ എന്ന ഒരു പ്രത്യേക ആളല്ലാതെ സോ ആൻഡ് സോ എന്ന് നമ്മൾ പറയുന്ന മാതിരിയാണ്. ഇന്ന ആളെ ഞാൻ ഖലീലാക്കിയില്ലായിരുന്നുവെങ്കിൽ, ലൈതനീ ലം അത്തഖിദ്, ഞാൻ സ്വീകരിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ, ഫുലാനൻ ഇന്ന ആളെ ഖലീലൻ കൂട്ടുകാരനാക്കിയിട്ടില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. നമുക്കൊക്കെ ഓരോരുത്തർക്കും ഓരോരോ ഫുലാനുകളുണ്ട്. അവരാണ് നമ്മളെ കൂട്ടുകാർ. അത് നമ്മളെ സംഘടനാ കൂട്ടുകാരനാകും, നമ്മളെ പാർട്ടി കൂട്ടുകാരനാകും, അല്ലെങ്കിൽ നമ്മളെ കുടുംബ കൂട്ടുകാരനാകും, അല്ലെങ്കിൽ കൂടെ കളിക്കുന്നവർ, കൂടെ ജോലി ചെയ്യുന്നവരൊക്കെ ഫുലാനുകൾ നമ്മളെ ഖലീലാണ്. മനുഷ്യന്മാരെ അൽ മർഉ അലാ ദീനി ഖലീലിഹി എന്ന് നബി പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു മനുഷ്യൻ അവൻ്റെ ഖലീലിൻ്റെ കൂട്ടുകാരൻ്റെ ദീനിലായിരിക്കും എന്ന് പറഞ്ഞാൽ, കൂട്ടുകാരോടൊപ്പം ഒത്തുചേർന്നാൽ അവരിൽ വിട്ടുകൊണ്ടൊരു ജീവിക്കാൻ, ഒറ്റക്ക് നമ്മൾ സത്യവും നേരും മനസ്സിലാക്കി കൂട്ടുകാരെ വിട്ട് ജീവിക്കാൻ നമുക്ക് പ്രയാസമാകും. അപ്പോൾ കൂട്ടുകാർക്ക് വേണ്ടി നമ്മൾ പലതും ചെയ്യും. ഇപ്പോൾ പോണ്ട, ഇപ്പോൾ നമ്മൾ കരിക്കാരിച്ച് കൊണ്ട് പോരെ, അല്ലെങ്കിൽ ഇപ്പം നമുക്കത് ചെയ്യുക, ഇങ്ങനെ ചെയ്യുക. അങ്ങനെ കൂട്ടുകെട്ടിൽ പെട്ടിട്ടാണല്ലോ എല്ലാ മനുഷ്യന്മാരും പിഴക്കൽ. അധികം ആളുകളും അങ്ങനെയാണ്, ഏതെങ്കിലും ഒരു കൂട്ടുകെട്ടിൽ പെടും. ദീനിൻ്റെ കാര്യത്തിൽ ആ കൂട്ടുകെട്ടില്ല. അത് ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിൽ പോലും ഭർത്താവ് നല്ല വഴിക്കല്ല ജീവിക്കുന്നതെങ്കിൽ, എൻ്റെ ഭർത്താവല്ലേ, എനിക്ക് തിന്നാൻ തരുന്ന ആളല്ലേ, എൻ്റെ സ്നേഹഭാജനമല്ലേ എന്ന് കരുതി ഭാര്യ വഴിതെറ്റാൻ പാടില്ല. ആ വിഷയത്തിൽ കോംപ്രമൈസ് ഇല്ല. അതുപോലെ ഭാര്യ അത്രയൊന്നും നല്ല സ്വഭാവമുള്ളവളല്ലെങ്കിൽ അവൾക്ക് വേണ്ടി നല്ലവനായ ഭർത്താവ് വഴിതെറ്റിപ്പോകരുത്. ഏറ്റവും വലിയ ഹുല്ലത്ത് കൂട്ടുകെട്ട് ഭാര്യാഭർത്താക്കന്മാർ തമ്മിലാണ്. പിന്നീട് നമ്മുടെ സ്നേഹിതന്മാർ, അടുത്ത ആളുകൾ, സഹപ്രവർത്തകന്മാരാണ്. അത് എന്തൊക്കെയായിരുന്നാലും സ്നേഹിതന്മാരെ അൽ മർഉ അലാ ദീനി ഖലീലി, ഖലീലിൻ്റെ. അപ്പം നമ്മളെന്ത് വേണം? ഖലീലിൻ്റെ ദീനിലാണ് ഒരു മനുഷ്യനെങ്കിൽ നല്ല ഖലീലുമാരെ സ്വീകരിക്കണം, നല്ല കൂട്ടുകാരെ സ്വീകരിക്കണം. അതായത് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടുകാരൻ മറ്റൊരു കൂട്ടുകാരന് വേണ്ടി പ്രാർത്ഥിച്ചാൽ അതിന് സാധാരണ പ്രാർത്ഥനയെക്കാളും ഉത്തരം കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടുകാരനെയാണ് നമ്മൾ ചങ്ങാത്തം കെട്ടിയതെങ്കിൽ നമുക്ക് ലാഭമാണല്ലോ. അതുപോലെ തന്നെ ഒരാൾ മരിക്കുകയും അയാൾക്ക് വേണ്ടി തൗഹീദ്, ഏകദൈവ വിശ്വാസികളായ 40 പേര് മയ്യത്ത് നമസ്കരിക്കുകയും ചെയ്താൽ ആ മയ്യത്തിന് ആ 40 പേരുടെ ശിപാർശ അള്ളാഹു സ്വീകരിക്കാതിരിക്കുകയില്ല. നമ്മൾക്ക് കുറച്ച് കുറവുണ്ടെങ്കിൽ പോലും, അമലിൽ കുറവുണ്ടെങ്കിൽ പോലും, തൗഹീദുള്ള അള്ളാഹുവിനെ മാത്രം വിളിച്ചു തേടുന്ന 40 ആൾ നമുക്ക് വേണ്ടി അള്ളാഹു മഗ്ഫിർലഹു വറഹ്മു വഅഫു അൻഹു വഅഫി എന്ന് പ്രാർത്ഥിച്ചാൽ അള്ളാഹു തആല അത് സ്വീകരിക്കും. 40 ആളുടെ തൗഹീദിനെ ആദരിച്ചും ബഹുമാനിച്ചും അംഗീകരിച്ചും കൊണ്ട് അവർ ചെയ്യുന്ന പ്രാർത്ഥന നമുക്ക് വേണ്ടി അള്ളാഹു കബൂലാക്കും. അപ്പോൾ നമുക്ക് എന്ത് വേണം? തൗഹീദുള്ളൊരു 40 കിട്ടണം. ഒരുപാട് ചങ്ങായിമാരുണ്ടായിട്ട് കാര്യമില്ല, ഒരുപാട് കൂട്ടുകാർ നാട്ടിലുണ്ടായിട്ട് കാര്യമില്ല. അള്ളാഹുവിൽ മാത്രം ആരാധിക്കുന്ന നല്ല കൂട്ടുകാർ നമുക്കുണ്ടാവണം, ഖലീൽ. അതാണ് ഇവിടെ യാ ലൈതനി തഖറതു മഅർ റസൂലി യാ ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീല, ഇന്ന ആളുകളെ ഞാൻ ഖലീലാക്കിയിട്ടില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് അന്ന് വിരൽ കടിക്കുന്ന ഒരു ദിവസം,
അന്ന് വിരൽ കടിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ അതിൻ്റെ മുമ്പ് നമ്മളെ ഖുല്ലത്ത് ഖലീലുമാർ തിരഞ്ഞെടുക്കുമ്പോൾ ഇങ്ങനെയാക്കണം എന്ന് കരുതി പടച്ചോനെ പേടിക്കാത്ത മോശക്കാരായ ആളുകളെ നമ്മൾ വെറുത്ത് അവരിൽ നിന്ന് ബന്ധങ്ങൾ ഒഴിക്കണം എന്നല്ല, അവരുമായി നല്ല ബന്ധത്തിലേർപ്പെട്ട് അവരെ നന്മയിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കണം. ഒരാളൊരു തോന്നിവാസിയാണ്, മദ്യപാനിയാണ്, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ ജീവിക്കാത്ത തോന്നിവാസിയാണ്, എന്നാൽ ഞാൻ അന്നേറ്റ് ബന്ധമില്ല എന്ന് പറഞ്ഞ് പിരിയല്ല വേണ്ടത്. അവനിലുള്ള തിന്മകൾ ഇങ്ങോട്ട് ആവാഹിച്ചെടുക്കാതെ നമ്മിലെ നന്മകൾ അവനിലേക്ക് എത്തിക്കാനും അവരെ നന്മയിലേക്ക് കൂട്ടിക്കൊണ്ടുവരാനുള്ള ശ്രമം നടത്താൻ ആ ബന്ധം നമ്മൾ നിലനിർത്തണം. എന്നാൽ അവരുടെ തിന്മകൾ നമുക്ക് ഇങ്ങോട്ട് എടുക്കാൻ പാടില്ല. നമ്മൾ സഹപ്രവർത്തകന്മാരുടെ കൂടെ കൂടി പിന്നെ ഓലപ്പായി നമ്മളെ ഇപ്പോൾ എൻ്റെ കൂട്ടുകെട്ട് മോശമാണ് എന്ന് പറഞ്ഞല്ലോ, അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത്തർ കച്ചവടക്കാരനെയും പെരുങ്കൊല്ലനെയും ഉപമിച്ചത് അതാണ്. നല്ല കൂട്ടുകാരൻ്റെ കൂടെ കൂടുന്നവൻ അത്തർ കച്ചവടക്കാരൻ്റെ കൂടെ പോകുന്ന ആളെ പോലെയാണെന്നും ചീത്ത കൂട്ടുകാരൻ്റെ കൂടെ പോകുന്നവൻ പെരുങ്കൊല്ലൻ്റെ ഇരുമ്പ് കാച്ചി ആയുധമുണ്ടാക്കുന്നവൻ്റെ ചങ്ങാതി പോലെയാണെന്നുമാണ് പറഞ്ഞത്. കാരണം അത്ര കച്ചവടക്കാരൻ്റെ ചങ്ങാതിമാർക്ക് എപ്പോഴും നല്ല വാസന കിട്ടും. ചിലപ്പോൾ ഒന്ന് തോണ്ടി തന്നാൽ നമ്മുടെ ശരീരത്തിലും സുഗന്ധം ഉണ്ടാവും, ദോഷമൊന്നും വരില്ല. പെരുങ്കൊല്ലൻ്റെ കൂടെ കൂടി, പെരുങ്കൊല്ലനെ മോശമാക്കിയിട്ടല്ല, ഒരു ഉപമ പറഞ്ഞതാണ്. പെരുങ്കൊല്ലൻ്റെ ചങ്ങാതിയാണെങ്കിൽ ഓൻ്റെ ആലി പോയി ഇരുന്നാൽ മേട്ടവും കുത്തും കരിയും പുകയും തീപ്പൊരിയും ഒക്കെ ഉണ്ടാവുള്ളൂ, എല്ലാ സമയത്തും നല്ലതുണ്ടാവില്ല. അപ്പം അതുപോലെയാണ് ചങ്ങാതിമാർ. അപ്പം ചങ്ങാതിമാരെ നമ്മൾ സൂക്ഷിക്കണം, അത്രയേ ഉള്ളൂ. നമ്മളൊക്കെ പല കമ്പനിയിലും ഓഫീസിലും സ്കൂളുകളിലും പിന്നെ ഒക്കെ ജോലി ചെയ്യുന്നവരാണല്ലോ, പീടികയിലും അങ്ങാടികളിലൊക്കെ ഒരുപാട് ആളുകൾ നമുക്ക് കൂട്ടുകാരുണ്ടാവും. അതിലെല്ലാ നിരീശ്വരവാദി ഉണ്ടാവും, എല്ലാ മോശക്കാരും വൃത്തികെട്ടവരും തോന്നിവാസികളൊക്കെ ഉണ്ടാവും. വലിയൊക്കെയുള്ള ബന്ധം നമ്മൾ നിലനിർത്തണം, എന്നിട്ട് അവരെ നന്മയിലേക്ക് കൊണ്ടുവരാൻ. പക്ഷേ അവരോട് കൂട്ടുകൂടിയിട്ട് നമ്മൾ അങ്ങോട്ട് ചേർന്ന് പോകരുത്. കാരണം ഒരിക്കലെങ്കിലും നമ്മൾ ഖേദിക്കും. വയൗമ യഅള്ളുല്ലാലിമു അലാ യദൈഹി, അക്രമി കയ്യിന്മേൽ കടിക്കുന്ന ദിവസം, യഖൂലു യാ ലൈതനി ഇത്തഖദതു മഅ റസൂലി സബീല, ഞാൻ റസൂലിൻ്റെ കൂടെ ഒരു വഴി സ്വീകരിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. അതായത് റസൂലിൻ്റെ ജീവിച്ചിരിക്കുമ്പോൾ റസൂലിനോടൊപ്പം, റസൂലിൻ്റെ മരണശേഷം റസൂലിൻ്റെ മാർഗത്തോടൊപ്പം വഴി സ്വീകരിച്ചിരുന്നുവെങ്കിൽ, യാ ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീല, എൻ്റെ നാശമേ ഇന്ന ഫുലാനിനെ, ഫുലാൻ എന്ന് പറഞ്ഞാൽ ഇന്നവനെ ഞാൻ കൂട്ടുകാരനാക്കിയില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. ലഖദ് അളല്ലനി, തീർച്ചയായും അവൻ എന്നെ പിഴപ്പിച്ചിരിക്കുന്നു. അനിദ്ദിക്രി, ഈ ഉത്ബോധനത്തിൽ നിന്ന്, അള്ളാഹുവിനെ പറ്റിയുള്ള ആ ബോധത്തിൽ നിന്ന്, ആ കൂട്ടുകാരനാണ് എന്നെ ലലാലത്തിലാക്കിയത്. അളല്ലനി അനദ്ദിക്രി ബഅദ ഇദ് ജാഅനി, ആ ദിക്ർ എനിക്ക് വന്നു കിട്ടിയതിന് ശേഷം. നമ്മളൊക്കെ നല്ല ജീവിതത്തിലേക്ക് കടന്ന് നന്നായി ജീവിച്ചിങ്ങനെ വളർന്ന് ചെറുപ്പത്തിൽ വളർന്നു വരുമ്പോൾ എവിടെയെങ്കിലും ഒരു തൊഴിൽ കിട്ടും, കൂട്ടുകാരുണ്ടാകും, നമ്മളാണ് പയച്ചു പോകും. അല്ലെങ്കിൽ നമ്മൾ വിവാഹം കഴിക്കും, ആ കൂട്ടത്തിലാണ് പെട്ടിട്ട് പിന്നെ ആ കുടുംബത്തിൽ കൂടി നമ്മളങ്ങനെയാണ് പോയി നമ്മളെ ആ ദിക്ർ, ആ ബോധവും ഓർമ്മയും നഷ്ടപ്പെടുത്തും. അത് പാടില്ല. അങ്ങനത്തെ ഒരു കൂട്ട് നമുക്ക് ഉണ്ടാകാൻ പാടില്ല, ഒരു ബന്ധത്തിലും ഉണ്ടാകാൻ പാടില്ല. ലഖദ് അളല്ലനി അനിദ്ദിക്രി. പാർട്ടി പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് ആവശ്യമാണ്. പല പാർട്ടികളും സമൂഹത്തിൽ ഭരിക്കുന്നുണ്ട്, രാഷ്ട്രീയ പാർട്ടികൾ നമുക്ക് ആവശ്യമാണ്. രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമായി ജനാധിപത്യം മതേതരത്വമൊക്കെ നിലനിർത്താൻ ആരൊക്കെയാണ് ഏതൊക്കെയാണ് അതൊക്കെ നമുക്ക് ആവശ്യം തന്നെയാണ്. പക്ഷേ നമ്മൾ പാർട്ടിയിൽ ചെന്ന് വഴിതെറ്റിപ്പോകരുത്. അത് ഏത് പാർട്ടിയാണെങ്കിലും വഴിതെറ്റിപ്പോകരുത്. അതുപോലെ തൊഴിലും കൂട്ടത്തിലും കുടുംബത്തിലും ചെന്ന് വഴിതെറ്റിപ്പോകരുത്. നമ്മൾ അങ്ങോട്ട് നന്മ കൊടുക്കല്ലാതെ ഇങ്ങോട്ട് അവരിൽ നിന്നുള്ള തിന്മ കിട്ടുന്ന അവസ്ഥ ഉണ്ടാവരുത് എന്നേ പറയുന്നുള്ളൂ. ലഖദ് അളല്ലനി അനിദ്ദിക്രി, ആ കൂട്ടുകാരൻ എന്നെ ഈ ഉത്ബോധനത്തിൽ നിന്ന് പിഴപ്പിച്ചു കളഞ്ഞു. ബഅദ ഇദ് ജാഅനി, അതെനിക്ക് വന്നു കിട്ടിയതിന് ശേഷം. എന്നിട്ട് പറയാണ് വകാന ശൈത്വാനു ലിൽ ഇൻസാനി ഖദൂല, വകാന ശൈത്വാൻ, പിശാച്ച്, ലിൽ ഇൻസാനി, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഖദൂല, അവൻ വഞ്ചകനായിരിക്കുന്നു. ഖദല എന്ന് പറഞ്ഞാൽ കയ്യൊഴിഞ്ഞു എന്നാണ്. കുടുങ്ങിയ നേരത്ത് കയ്യൊഴിയുന്നവനാണ് എന്നാണ് ഖദൂല് എന്ന് പറഞ്ഞാൽ. അപ്പോൾ പിശാച്ച് മനുഷ്യനെ
കൈയൊഴിയും. ഇപ്പം പിശാച്ച് നമുക്കിങ്ങനെ യുസയ്യിനു ലഹും ഷൈത്താനു അഅ്മാലഹും, നമ്മുടെ പ്രവർത്തനങ്ങൾ പിശാച്ച് നമുക്കിങ്ങനെ നന്നാക്കി തരും. അത് ചെയ്തോ ഇത് ചെയ്തോ, അവിടെ പോയാൽ അത്ര ലാഭം കിട്ടും, ഇതിനേക്കാളും മെച്ചം അതാണ്, ആ കൂട്ടത്തിലാണ് ഇതിനേക്കാളും ഭംഗി എന്നൊക്കെ പറഞ്ഞ് പിശാച്ച് നമുക്കിങ്ങനെ ഓരോന്നോരോന്ന് തോന്നിപ്പിച്ചു തരും. അവസാനം നമ്മൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് തെറ്റി കുടുങ്ങിപ്പോകുമ്പോൾ പിശാച്ച് നമ്മളെ കൈയൊഴിയും. ഖാല ശൈത്താനു ലമ്മാ ഖുദിയൽ അംറു, സൂറത്ത് ഇബ്രാഹിമിലുണ്ട്. പിശാച്ച് പറയുന്നുണ്ട്, കാര്യങ്ങളൊക്കെ തീരുമാനിക്കപ്പെട്ട് കഴിയുമ്പോൾ എന്താണ്, ഇന്നല്ലാഹ വാഇദക്കും വാഇദൽ ഹഖി, സൂറത്ത് ഇബ്രാഹിമില്ല, ഇന്നല്ലാഹ വാഇദക്കും വാഇദൽ ഹഖി, അള്ളാഹ് നിങ്ങളോട് സത്യമായൊരു വാഗ്ദാനം ചെയ്തു, വഅദ്തുക്കും, ഞാനും ഒരു വാഗ്ദാനം ചെയ്തു. ഞാനൊരു വാഗ്ദാനങ്ങളോട് ചെയ്തു, അള്ളയും ചെയ്തു. അള്ളാഹിൻ്റെ വാഗ്ദാനങ്ങൾ ഒഴിവാക്കി നിങ്ങൾ എൻ്റെ പിന്നാലെ വന്നു. ഇനി മാ അന ബിമുസ്രിഖിക്കും, നിങ്ങളെ സഹായിക്കാൻ എന്നെ കൊണ്ടാവില്ല. വമാ അൻതും ബിമുസ്രിഖിയ, എന്നെ സഹായിക്കാൻ നിങ്ങളെ കൊണ്ടും ആവില്ല. ഇന്ന് ഞാൻ നിങ്ങളിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുന്നു എന്ന് പിശാച്ച് അവൻ്റെ തനിനിറം വെളിപ്പെടുത്തുന്ന പരലോകത്തെപ്പറ്റി സൂറത്ത് ഇബ്രാഹിമിൽ പറഞ്ഞിട്ടുണ്ട്. അതാണ് വക്കാന ശൈത്താനു ലിൽ ഇൻസാനി ഖദൂല, പിശാച്ച് മനുഷ്യനെ കൈയൊഴിഞ്ഞു പോകും. അവൻ്റെ കൈ പിടിക്കേണ്ട നേരത്ത് അവനെ സഹായിക്കാനില്ലാതെ കൈയൊഴിഞ്ഞു പോകുന്നവനാണ്. അങ്ങനത്തെ ഒരു സന്ദർഭം പരലോകത്ത് വരും. അള്ളാഹ് ഇറങ്ങി വന്ന് ഈ പരലോകത്തെ അവിടുത്തെ ഇടപാടുകളാണ് ഈ പറയുന്നത്. ഇങ്ങനെയൊക്കെ ഉണ്ടാകും. അന്ന് റസൂല് പറയുന്ന ഒരു പ്രഖ്യാപനമുണ്ട്. റസൂലും റസൂലിൻ്റെ മാർഗം സ്വീകരിക്കാത്തവരെ ഒന്നും ചെയ്യാൻ റസൂലിനും ആവില്ല. അപ്പോൾ റസൂല് പറയും, വഖാല റസൂല് പറയും, യാ റബ്ബി, എൻ്റെ രക്ഷിതാവേ, ഇന്ന ഖൗമി, തീർച്ചയായും എൻ്റെ ജനത, ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറ, ഈ ഖുർആനിനെ അവർ അവഗണിച്ചു കളഞ്ഞു. ഹജറ എന്ന് പറഞ്ഞാൽ വെടിഞ്ഞു എന്നാണ്, ഒഴിവാക്കിയത്. അതാണല്ലോ ഹിജറ എന്ന് പറയുന്നത്. എന്താ, മക്കത്തുനിന്ന് മക്ക ഒഴിവാക്കി മദീനത്തേക്ക് പോവുക, അതാണ് ഹിജറ. അതാണ് മുഹാജിർ, ഒരു ഭാഗം ഒഴിവാക്കി മറ്റൊരിടത്തേക്ക് പോകുന്നവൻ. അപ്പോൾ ഖുർആനിനെ മഹ്ജൂറാക്കി എന്ന് പറഞ്ഞാൽ ഖുർആൻ ഒഴിവാക്കി വേറുള്ള തത്വശാസ്ത്രങ്ങളോ വേറെയുള്ള സിദ്ധാന്തങ്ങളൊക്കെ ഏറ്റ് പോയി എന്ന് അള്ളാഹുവിൻ്റെ റസൂല് പരലോകത്ത് അള്ളാഹിനോട് പറയും. വഖാല റസൂല് പറയും, യാ റബ്ബി, എൻ്റെ രക്ഷിതാവേ, ഇന്ന ഖൗമി, തീർച്ചയായും എൻ്റെ ജനത, ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറ, ഈ ഖുർആനിനെ തള്ളിക്കളഞ്ഞു, അല്ലെങ്കിൽ ഈ ഖുർആനിനെ വെടിഞ്ഞു, ഉപേക്ഷിച്ചു പോയിരിക്കുന്നു. എത്രമാത്രം സത്യമാണ്! നമ്മളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഈ മുസ്ലിം കൗമും ഖുർആനും തമ്മിലുള്ള ബന്ധം എന്താണ്? നമ്മളൊക്കെ എന്തെങ്കിലും ഒരാഴ്ചയിൽ കുറച്ചെങ്കിലുമൊക്കെ കേട്ട് പഠിച്ച് അതൊന്ന് പഠിക്കാൻ ശ്രമിക്കുന്ന ഒരു വലിയ ഭാഗ്യം നമുക്കുണ്ടല്ലോ. പക്ഷേ എന്താണ് ഖുർആൻ, എന്താണ് അതിൻ്റെ ഉള്ളിലുള്ളത്? അതൊന്ന് ഓതി നോക്കുക. ഒരു ദിവസം എന്തെങ്കിലും ഒന്ന് ഓതി നോക്കാനും, എന്നും ഓരുന്ന സൂറത്തുൽ ഫാത്തിഹയെങ്കിലും അതിൻ്റെ അർത്ഥസഹിതം ഒന്ന് പഠിച്ചു നോക്കാനും, വെള്ളിയാഴ്ച ഒരു അൽക്കഫെങ്കിലും എടുത്ത് മറിച്ചു നോക്കാനും, അതുപോലെ അങ്ങനെയൊന്നും ആളുകൾക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ ഒരു ചിന്തയേ ഇല്ല. കുട്ടികൾക്ക് ഖുർആൻ വാങ്ങിക്കൊടുക്കും, 2-ാം ജുസും 5-ാം ജുസും ഒക്കെ ഓലൊക്കെ പഠിക്കാമെന്നല്ലാതെ നമ്മളും ഖുർആനുമായിട്ട് എത്രത്തോളം അകന്ന ബന്ധമാണുള്ളത്. നമ്മളെ കൗമ് നോക്കുകയാണെങ്കിൽ നമ്മളെ കുട്ടികൾക്കൊക്കെ ഉള്ളൊരു അവസ്ഥ നോക്കുകയാണ്. 10-ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളോട് ഒന്ന് ചെല്ലിച്ച് നോക്കുകയാണെങ്കിൽ ഖുർആൻ ഓതാനറിയില്ല പലർക്കും, അതിൻ്റെ അർത്ഥമറിയില്ല, എന്താണ് അതിൻ്റെ ഉള്ളിലുള്ളത് എന്നറിയില്ല. പക്ഷേ നമുക്ക് അതിൻ്റെ ഉള്ളിലുള്ളതാണ് നമ്മളുടെ ജീവിത മാർഗം. നമുക്ക് പരലോകത്ത് എത്താനുള്ള ശരിയായ ഇഹലോകത്ത് നന്നായി ജീവിക്കാനും പരലോകത്തേക്ക് സുരക്ഷിതമായി എത്തിപ്പെടാനുമുള്ള ശരിയായ വഴി ഖുർആനിൻ്റെ ഉള്ളിലാണുള്ളത്. അതറിയില്ല അധികം ആളുകൾക്കും. അതാ വഖാല റസൂല് പറയും, യാ റബ്ബി, എൻ്റെ രക്ഷിതാവേ, ഇന്ന ഖൗമി ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറ, എൻ്റെ കൗമ് ഈ ഖുർആനിനെ അവഗണിക്കപ്പെട്ടു, അല്ലെങ്കിൽ തള്ളിക്കളഞ്ഞു, ഉപേക്ഷിച്ചു പോയി എന്ന് പറയുന്ന ഒരു ദിവസം. വക്കദാലിക, ഖിയാമത്ത് നാളിൻ്റെ ഒരു അവസ്ഥയാണ്. അന്നത്തെ ഒരവസ്ഥയുടെ ഒരു ഭാഗം ഇതിൽ കൂടി അള്ളാഹു വരുന്നു. മലക്കുകൾ സഫായിട്ട് അണിനിരക്കുന്നു. എന്നിട്ട് അവിടെ വിശ്വാസികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ ദുരിതം പിടിച്ച ദിവസമാണ്. അന്ന് അവിശ്വാസികൾ കൈ കടിക്കും.
ഇന്ന ആളെ കൂട്ടുകാരനാക്കിയില്ലെങ്കിൽ എത്ര നന്നായിരുന്നു, ഞാൻ റസൂലിൻ്റെ കൂടെ ജീവിച്ചെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് പറഞ്ഞ് കൈ കടിക്കുന്ന ഒരു ദിവസം. അപ്പം റസൂലതാ വിളിച്ചു പറയുന്നു, എൻ്റെ റബ്ബേ, ഈ ഖുർആനിനെ അവഗണിച്ച കൗമാണ് എൻ്റെ കൗമ് എന്ന് റസൂലും വിളിച്ചു പറയും. വക്കദാലിക, അപ്രകാരം. ഇനി നമ്മളെ ജീവിതത്തിലേക്ക് ഈ ഹലോത്തേക്ക് കൊണ്ട് വരികയാണ്. വകദാലിക ജഅൽനാ ലികുല്ലി നബിയ്യിൻ അദുവ്വം മിനൽ മുജ്രിമീൻ. വകദാലിക, അങ്ങനെയൊക്കെയുള്ളൊരവസ്ഥ വരുന്ന അത് ജഅൽനാ ലികുല്ലി നബിയ്യിൻ, എല്ലാ നബിമാർക്കും ഞാൻ നിശ്ചയിച്ചു കൊടുത്തിരുന്നു, അദുവ്വൻ, ശത്രുക്കളെ, മിനൽ മുജ്രിമീൻ, അക്രമികളിൽ നിന്നുള്ള ഒരു ശത്രുക്കളെ എല്ലാ നബിമാർക്കും നാം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. പറഞ്ഞാൽ അള്ളയാണല്ലോ എല്ലാം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് എല്ലാ നബിമാർക്കും. ആ നബിമാരിൽ വിശ്വസിക്കാത്ത, അവരുടെ വേദഗ്രന്ഥം അംഗീകരിക്കാത്ത, അവരെ അനുസരിച്ച് ജീവിക്കാത്ത ഒരു അദുവ്വുകളെ, ശത്രുക്കളെ, മിനൽ മുജ്രിമീൻ, അക്രമികളിൽ നിന്നുള്ള ശത്രുക്കളെ എല്ലാ നബിമാർക്കും നാം നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? റസൂല് എൻ്റെ കൗമ് ഖുർആൻ അവഗണിച്ചു എന്ന് പറഞ്ഞ് വിലപിക്കുന്ന പരലോകത്തിനെ പറ്റി പറഞ്ഞതിന് ശേഷമാണ് ഇതുപോലെ എല്ലാ നബിമാർക്കും കുറച്ച് ശത്രുക്കളുണ്ടെന്ന് പറഞ്ഞാൽ നബിമാർ കൊണ്ടുവന്ന് കൊടുത്ത വേദങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യാത്തവർ ആ നബിമാരുടെ ശത്രുക്കളായി മാറും. അത് എല്ലാ നബിമാർക്കും അങ്ങനെ കുറേ ശത്രുക്കൾ. വകദാലിക ജഅൽനാ ലികുല്ലി നബിയ്യിൻ അദുവ്വൻ, എല്ലാ നബിമാർക്കും അദുവിനെ നാം നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു, മിനൽ മുജ്രിമീൻ, അക്രമികളിൽ നിന്നുള്ള ശത്രുക്കളെ. എന്നിട്ട് വകഫാ ബിറബ്ബിക ഹാദിയം വനസീറാ, നിനക്ക് നിൻ്റെ റബ്ബ് മതി. കഫാ ബിറബ്ബിക, നിൻ്റെ റബ്ബ് മതി, ഹാദിയൻ, സന്മാർഗത്തിലാക്കാൻ, വനസീറ, സഹായിക്കാൻ. ആളുകൾ എന്തൊക്കെ പറഞ്ഞ് എവിടേക്ക് പോയാലും നിനക്ക് നിൻ്റെ റബ്ബ് മതി എന്ന് റസൂലിനോടും അതുപോലെ നമ്മളോടും പറയാണ്. വകഫാ ബിറബ്ബിക, നിൻ്റെ റബ്ബ് മതിയായവനാണ്, ഹാദിയൻ, ഹിദായത്ത് നൽകുന്നവനായും, വനസീറ, സഹായിയായും നിൻ്റെ റബ്ബ് മതി. ആ റബ്ബിൽ ആണ് നമ്മൾ അഭയം പ്രാപിക്കേണ്ടത് എന്നർത്ഥം. എന്നിട്ട് ഇതൊക്കെ കേൾക്കുമ്പോഴും അവിശ്വാസികൾക്ക് ഇതിലൊന്നും ഒരു വിശ്വാസവും സംശയമൊക്കെ ആയിട്ട് അവർ പറയുന്ന വാക്കാണ് വഖാലല്ലദീന കഫറൂ, അവർ പറയുന്ന വാക്കുകളാണ് ഇനിയുള്ളത്. വഖാലല്ലദീന കഫറൂ, നിഷേധികളായിട്ടുള്ളവർ പറഞ്ഞു, ലൗലാ നുസ്സില, എന്തുകൊണ്ട് ഇറക്കപ്പെടുന്നില്ല, അലൈഹി, അവൻ്റെ മേൽ, ആ പ്രവാചകൻ്റെ മേൽ, അൽ ഖുർആൻ, ഈ ഖുർആൻ എന്തുകൊണ്ട് ഇറക്കപ്പെടുന്നില്ല, ജുംലത്തം വാഹിദ, ഒരൊറ്റ ജുംല, ഒരു കൂട്ടമായിട്ട്, ഒരു ഒന്നിച്ചുള്ള ഒരു കൂട്ടം, മൊത്തമായിട്ട്. ജുംല എന്ന് പറഞ്ഞാൽ മൊത്തം, ഒരൊറ്റ മൊത്തം ഖുർആൻ ഒന്നിച്ചെന്തുകൊണ്ട് ഇവന് ഇറക്കപ്പെടുന്നില്ല. ഓരോരോ തടസ്സവാദങ്ങൾ പറയാണ്, ഇല്ലാത്തത് ഇങ്ങനെ ആലോചിച്ചുണ്ടാക്കി പറയാണ്. എന്നാൽ പിന്നെന്തേ ഓന പേരിൽ നിന്നാ ഖുർആൻ ഒന്നിച്ചാണ്ട് ഇറങ്ങിക്കൂടിയത്. അത് ഒരുക്കവരായത്ത്, പിന്നെ ഒരുക്കൊരായത്ത്, പിന്നെ ഒരുക്കൊരായത്ത്, കുറേ മക്കത്തുനിന്ന്, കുറേ മദീനത്തുനിന്ന്, കുറേ യാത്രയിൽ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഒന്നും രണ്ടും ആയത്തുകൾ എന്താ ഇറങ്ങിയത്. എന്നാ മുസാഫിലുള്ളത് ഒന്നിച്ച് മുഹമ്മദ് നബിക്കാണ്ട് ഇറക്കി കൊടുത്തുകൂടായിരുന്നു. കാരണം ഇഷ്ടമില്ലാത്ത പട്ടിക്ക് തൊറ്റതെല്ലാം കുറ്റം എന്ന് പറഞ്ഞാൽ നബിനെ ഏതായാലും ഇഷ്ടമില്ല, എന്നാൽ പിന്നെ എന്തെങ്കിലും കുറ്റം പറഞ്ഞിട്ട് നബിനെയാണ്ട് പിന്നെ താഴ്ത്തി കെട്ടുകയാണ്. ഈ ആയത്തെ വകദാലിക ജഅൽനാ ലികുല്ലി നബിയ്യിൻ അദുവ്വൻ മിനൽ മുജ്രിമീൻ, എല്ലാ നബിമാർക്കും അക്രമികളിൽ നിന്നുള്ള ശത്രുക്കളെ നാം നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു എന്ന് നബിയെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ് എന്ന് മുഫസ്സിറുകൾ പലരും പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താ, നിങ്ങളെ അങ്ങനെയൊക്കെ അവർ തള്ളിക്കളഞ്ഞു, എല്ലാ ഖുർആനിനെയൊക്കെ അവർ അഗണ്യ കോടിയിലേക്ക് തള്ളി എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പം അത് നബിയെ അങ്ങനെ തന്നെയാണ് എല്ലാ നബിമാരും ഇതിപ്പോൾ നബി ജീവിച്ചിരിക്കുന്ന കാലത്ത് ഇറങ്ങണ പരലോകത്ത് നബി പറയുന്നത് റസൂല് ജീവിച്ചിരിക്കുന്ന കാലത്ത് നബിക്കല്ല പറഞ്ഞു കൊടുത്താണല്ലോ. അപ്പോൾ റസൂലിന് മനസ്സിലാകുന്നുണ്ട് എന്താ ഈ കൗമ് ഖുർആനിനെ തള്ളും. റസൂല് പരലോകത്ത് ഈ കൗമ് ഇന്ന കൗമി തഖ്റുദു ഹാദൽ ഖുർആന മഹ്ജൂറ, പടച്ചോനെ ഈ കൗമ് ഈ ഖുർആനിനെ അഗണ്യകോടിയിലേക്ക് തള്ളി,
എന്ന് റസൂല് പറയും എന്ന് പരലോകത്തെ ഒരു വിഷയം റസൂലിനെ അള്ളാഹ് ജീവിച്ചിരിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കുകയാണ്. അതിൽ നിന്ന് റസൂൽ എന്താ മനസ്സിലാക്കുക? ഈ കൗമ് ഖുർആനെ തള്ളുന്ന് തന്നെ മനസ്സിലാക്കുക. പരലോകത്ത് ചെല്ലുമ്പോഴേക്ക് ഞാൻ ഇപ്പം ഈ സഹാബിമാരെ മാതിരിയൊന്നും ആവില്ല എൻ്റെ കൗമ്, മുഹമ്മദ് റസൂലുള്ളാഹി എന്നുള്ള പറഞ്ഞ കൗമ് ഭാവിയിൽ ഖുർആനിനെ മഹ്ജൂറാക്കി തള്ളിക്കളയുന്ന കൗമായിരിക്കും ഇനി വരിക എന്ന് റസൂലിന് അള്ളാഹ് പറഞ്ഞു കൊടുത്തപ്പോൾ റസൂലിന് വല്ലാത്ത മനസ്താപമുണ്ടായിരുന്നു. ഞാനിതൊക്കെ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി ഞാനാണ് മരിച്ചുപോയാൽ ഈ ഖുർആനെ എൻ്റെ കൗമ് തള്ളിക്കളയോലോ എന്നുള്ള മനസ്താപം, ആ മനസ്താപത്തിൽ നിന്ന് നബിക്ക് സമാധാനം കൊടുക്കുകയാണ്. വക്കദാലിക്ക, അങ്ങനെ തന്നെയാ, അങ്ങനെ ബേജാറൊന്നും വേണ്ട, അങ്ങനെ തന്നെയാണ്. ജഅൽനാ ലിക്കുല്ലി നബിയ്യിൻ അദുവ്വൻ മിനൽ മുജ്രിമീൻ, എല്ലാ നബിമാർക്കും അക്രമികളിൽ നിന്ന് കുറേ ശത്രുക്കളെ നിശ്ചയിച്ചിട്ടുണ്ട്. അത് മുഹമ്മദ് നബിയെ താങ്കൾക്ക് മാത്രമല്ല, എല്ലാ നബിമാർക്കും അങ്ങനെ തന്നെയാണ്. ആ കൂട്ടത്തിലൊരു നബിയല്ലേ. ഇനി നിങ്ങളത് കൗമായിട്ട് മറ്റുള്ള നബിമാരിൽ നിന്ന് വ്യത്യസ്തമായി ഇതൊക്കെ സ്വീകരിച്ച് ഖിയാമം വരെ നിലനിൽക്കണമെന്നൊന്നുമില്ല. അത് മറ്റുള്ള നബിമാർക്കും അങ്ങനെ തന്നെയാണ്. പിന്നെ വഖാലല്ലദീന കഫറൂ ലൗലാ നുസ്സില അലൈഹിൽ ഖുർആനു ജുംലത്തൻ വാഹിദ, അവിശ്വാസികൾ പറയുന്ന വേറൊരു വാക്കാണ് ഖുർആൻ എന്താണ്, ഒറ്റ കൂട്ടമായിട്ട്. ജുംല എന്ന് പറഞ്ഞാൽ മൊത്തം എന്നാണ്. ജുംലത്ത് ഖിതായി എന്ന് രണ്ട് വാക്കുണ്ട്. ഖിതായി എന്ന് പറഞ്ഞാൽ റീറ്റെയിൽ, ജുംല എന്ന് പറഞ്ഞാൽ ഹോൾസെയിൽ ആണ്. ഈ അറബ് നാടുകളിലൊക്കെ ബോർഡിൽ എഴുതി വെച്ച് കാണാം ജുംല അല്ലെങ്കിൽ ഖിതായ്, അതാണ്. അപ്പോൾ ഈ ഖുർആനിനൊരു മൊത്തമായിട്ട് എന്തേ ഇറക്കഴിഞ്ഞു? ഇതിങ്ങനെ ഓരോരോ ആയത്ത് എന്തുകൊണ്ട് ഇറക്കുന്നത്? കദാലിക, അതങ്ങനെ തന്നെയാണ് ഖുർആൻ ഇറക്കുന്നത് മൊത്തമായിട്ടല്ല. എന്തിനാ? ലിനുസബ്ബിത ബിഹി ഫുആദക, ഫുആദ് എന്ന് പറഞ്ഞാൽ കൽബ്, താങ്കളുടെ കൽബിൽ ആ ഖുർആൻ കൊണ്ട് താങ്കളുടെ കൽബിനെ ഉറപ്പിക്കാൻ വേണ്ടി മെല്ലെ മെല്ലെ ഓരോരോ ആയത്ത് ഇങ്ങനെ ഇറക്കിയിട്ട് അത് കൽബിലേക്ക് ഉറപ്പിച്ച് അത് നിങ്ങളെ പഠിപ്പിച്ച് അതിനനുസരിച്ച് അമല് ചെയ്യിപ്പിച്ച് അതിങ്ങനെ ഉറപ്പിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ ഒന്നിച്ചല്ല, മെല്ലെ മെല്ലെ കുറച്ചാണ് ഇറക്കിത്തരല്ലേ. അതങ്ങനെ തന്നെയാണ് അള്ളാഹ് ഉദ്ദേശിച്ചത്. കദാലിക്കാരന, അതങ്ങനെ തന്നെയാണ് പറഞ്ഞാൽ അങ്ങനെയാണ് അള്ളാഹ് ഉദ്ദേശിച്ചത്, ഒന്നിച്ചാണ്ട് ഇറക്കിത്തരാനല്ല. ഇപ്പം ഖുർആനെങ്ങാനും ഒന്നിച്ച് ഈ 114 സൂറത്തും ഒറ്റ ഇതിൽ നബിക്ക് ഇറക്കി കൊടുത്തണമെങ്കിൽ എങ്ങനെ സഹാബിമാർ പഠിക്കുക, എങ്ങനെ നബി അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക? ഇതിപ്പോൾ എങ്ങനെയാണ് ഇറങ്ങിയത്? ഓരോ സന്ദർഭത്തിൽ തയമ്മുമിൻ്റെ ആയത്തിറങ്ങുന്നത് എപ്പോഴാണ്? യാത്രയിൽ വെള്ളം കിട്ടാതെയായി എന്ത് ചെയ്യണം നബിയെ എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹ് പറഞ്ഞു തയമ്മം ചെയ്താളീന്ന്. അപ്പോൾ തയമ്മുമിൻ്റെ ആയത്തിറങ്ങി. അതുപോലെ തന്നെ ഓരോ ഖസറിൻ്റെ ആയത്ത് വരുന്നത് നിസ്കരിക്കാൻ നേരം കിട്ടണില്ല, യുദ്ധമുറയിലാണ്, യുദ്ധത്തിൻ്റെ സന്ദർഭത്തിലാണ്. എങ്ങനെയാണ് ബാങ്കും കാമത്തും കൊടുത്ത് ജമാഅത്തും ഇമാമായി നിസ്കരിക്കുക? ശത്രുക്കൾ മുമ്പിലുണ്ട്, അവിടെ ഖസറിൻ്റെ ആയത്തിറങ്ങി ഓരോ സന്ദർഭത്തിലും. അതുപോലെ ഓരോ സംഭവങ്ങളുണ്ടാകുന്നു, സാധാരണ സ്വാഭാവികമായി അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന സംഭവങ്ങൾ വരുന്നു, അപ്പോൾ അതിനനുസരിച്ച് ആയത്തിറങ്ങുന്നു. അപ്പോൾ സാന്ദർഭികമായി ജീവിതത്തിൻ്റെ വിവിധ സന്ദർഭങ്ങളിൽ അതുമായി ബന്ധപ്പെടുത്തി ആയത്തിങ്ങനെ ഇറങ്ങിയപ്പോൾ അവർക്കത് പഠിക്കാനും മനസ്സിലാക്കാനുള്ള സാവകാശം കിട്ടി, അതോടൊപ്പം അതനുസരിച്ച് പ്രവർത്തിക്കാനുള്ള അവസരവും കിട്ടി. മറ്റത് ഇല്ലാത്ത സാഹചര്യങ്ങളില്ല. അതാണ് പഠിപ്പിച്ചു കൊടുക്കൽ, സന്ദർഭത്തിൽ നിന്നാണ് പഠിപ്പിച്ചത്. കുറേ ഇൽമ് പഠിപ്പിക്കല്ല, ജീവിതഗന്ധിയായി ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. അങ്ങനെയാണ് റസൂലിനെ പഠിപ്പിച്ചു കൊടുത്തത്. 23 കൊല്ലം കൊണ്ട് ഒരു മനുഷ്യ ജീവിതത്തിൽ കാലാകാലം വരുന്ന എല്ലാ വിഷയങ്ങളെയും കൈകാര്യം ചെയ്യാനുള്ള ജീവിത അവസരങ്ങൾ, സന്ദർഭങ്ങൾ അള്ളാഹു ജീവിതത്തിൽ ഉണ്ടാക്കി കൊടുത്തിട്ട് അതിനനുസരിച്ച് ആയത്തുകൾ ഇങ്ങനെ ഇറക്കി കൊടുത്തു. എല്ലാ സന്തോഷത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും ഒക്കെ സന്ദർഭങ്ങൾ നബിക്ക് ഉണ്ടായി കൊടുത്തു. എന്നിട്ട് അതിന് ആയത്തിറക്കി. അതാ കദാലിക, അങ്ങനെ തന്നെയാണ്. ലിനുസബ്ബിത ബിഹി ഫുആദക, താങ്കളുടെ ഫുആദ് കൽബ്, ഹൃദയത്തെ ഉറപ്പിക്കാൻ വേണ്ടി, തസ്ബീത്ത് എന്ന് പറഞ്ഞാൽ സ്ഥിരപ്പെടുത്താൻ വേണ്ടി, വറത്തൽനാഹു, ആ ഖുർആനിനെ നാം സാവകാശം തെർത്തീല, വളരെ വളരെ സാവകാശത്തിലാണ് ഞാൻ നിങ്ങൾക്ക് ഓടിത്തന്നിരിക്കുന്നത്. തെർത്തീൽ എന്ന് പറഞ്ഞാൽ വളരെ സാവകാശത്തിൽ ഓടിത്തന്നിരിക്കുന്നു. ഖുർആൻ അങ്ങനെയാണ് നബിക്ക് ഓതിക്കൊടുത്തത്. പിന്നെ ഈ ആയത്തോടും കഴിഞ്ഞാൽ വേറെ വിഷയത്തിലേക്കാണ് കടക്കാം. വലാ യഅ്തൂനക ബിമസലിൻ
വലായത്തൂനക്ക അവർ താങ്കളുടെ അടുക്കലേക്ക് വരികയില്ല, ബിമസലിൻ ഒരു ഉപമയുമായും വരികയില്ല. അവർ നബിയുടെ അടുക്കലേക്ക് ഓരോ ഉപമ, ഇയാൾ മജ്നൂനാണ്, ഇയാൾ മസ്ഹൂറാണ്, സെഹർ ബാധിച്ചതാണ്, ഇയാൾക്ക് ഭ്രാന്ത് ബാധിച്ചതാണ്, വഹുവ ശാഇറുൻ കവിയാണ് ഇവന്, അതുപോലെ തന്നെ അദ്ദേഹത്തിന് മറ്റാരോ പറഞ്ഞു കൊടുത്തതാണ്, അങ്ങനെയൊക്കെ നമ്മൾ കഴിഞ്ഞ ആയത്ത് പഠിച്ചല്ലോ. അങ്ങനെ ഓരോരോ ഉപമ, നബി അള്ളാഹുവിൻ്റെ വഹിയാണ് എന്നല്ലാത്തതൊക്കെ അവർ പറയും. എന്ത് ഉപമയുമായും അവർ നിൻ്റെ അടുക്കലേക്ക് വരികയില്ല. ഇല്ലാ ജിഇനാക ബിൽ ഹഖി, സത്യപ്രകാരം ഞാനും നിൻ്റെ അടുക്കലേക്ക് വരാതെ. അവരെന്ത് ഉപമയും പറഞ്ഞ് നബിയെ താഴ്ത്തി കെട്ടാൻ വന്നാലും അതിൻ്റെ സത്യാവസ്ഥയും കൊണ്ട് അള്ളാഹ് ആയത്തുകൾ ഇറക്കിത്തരും. ഇല്ലാ ജിഇനാക, നാം നിൻ്റെ അടുക്കലേക്ക് വന്നിട്ടല്ലാതെ, ബിൽ ഹഖി സത്യപ്രകാരവും, വ അഹ്സനു തഫ്സീറ ഏറ്റവും നല്ല വ്യാഖ്യാനവുമായി കൊണ്ട് ഞാനും വരും. അല്ലാഹു തആല നബിയെ എന്ത് ആക്ഷേപിക്കാൻ വേണ്ടി അവർ വന്നാലും അതിൻ്റെ സത്യാവസ്ഥയും ഏറ്റവും നല്ല വ്യാഖ്യാനവുമായി അള്ളയും വരും എന്ന് പറഞ്ഞാൽ അള്ളാഹ് ജിബ്രീലിനെ അയക്കും. അല്ലദീന യുഹ്ശറൂന, ഇനി അല്ലദീന യുഹ്ശറൂന ഒരുമിച്ച് കൂട്ടപ്പെടുന്നവർ. ഹശറ എന്ന് പറഞ്ഞാൽ മഹിഷർ, ഒരുമിച്ച് കൂട്ടപ്പെടുന്ന സ്ഥലം എന്നാണല്ലോ. അല്ലദീന യുഹ്ശറൂന അലാ വുജൂഹിഹിം, മുഖങ്ങളിന്മേൽ, ഇലാ ജഹന്നമ നരകത്തിലേക്ക് മുഖത്തിൻ്റെ മേൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്നവർ, അതായത് മുഖം കുത്തി നരകത്തിലേക്ക് തള്ളപ്പെടുന്നവർ. ഉലായിക ഷർറുൻ, അവരാണ് ഷർറും മക്കാനൻ ഏറ്റവും മോശമായ സ്ഥാനത്തുള്ളവർ. വ അളല്ലു സബീല ഏറ്റവും വഴിപിഴച്ചവരും അവരായിരിക്കും. അള്ളാഹു ആ കൂട്ടത്തിൽ നിന്ന് നമ്മളെല്ലാം കാത്തുരക്ഷിക്കുമാറാവട്ടെ. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക.